ക്ലാസ്സുകൾ എല്ലാ ദിവസവും കാലത്ത് 7 മണിക്ക് തികച്ചും സൗജന്യമായി നമുക്ക് റാഷി സാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ 666 ദിവസം പിന്നിടുമ്പോൾ അതിന്റെ സെലിബ്രേഷന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് 7 മണിക്ക് നമുക്ക് ഡോക്ടർ ആതിര സുഗതൻ IAS-നോടൊപ്പം അത് ഉജ്ജ്വലമായ രീതിയിൽ ആഘോഷിക്കാൻ പറ്റി. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഇന്ന് നടക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ദിനേനയുള്ള മോർണിംഗ് ക്ലാസിന്റെ ചുക്കാൻ പിടിക്കുന്ന എനർജൈസേഴ്സ് ഹബിന്റെ മുൻ ചെയർമാൻ മാക്കുൽ മൈത്രി സാറിനെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യാണ്. അതേപോലെ നമ്മുടെ മുഖ്യ അതിഥി എനർജൈസേഴ്സ് ഹബിന്റെ എനർജി ലെവൽ ഏറെ ഉയർത്താനും ഉതകുന്ന ബഹുമുഖ പ്രതിഭയായ ദേശീയ അവാർഡ് ജേതാവ് ഫാത്തിമ അൻഷി മാമിനെ ഏറെ ബഹുമാനത്തോടെയും അതിലേറെ സ്നേഹത്തോടെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനർജൈസേഴ്സ് ഹബിന്റെ ജീവനാഡിയായ ജമീല ടീച്ചറെ ചീഫ് ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിൽ പലരുടെയും ജീവിതം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന മനഃശക്തിയുടെ ആഗോള പ്രചാരകൻ ബഹുമാന്യനായ റാഷി സാറിനെ ഏറെ ആദരവോടെയും അതിലേറെ നന്ദിയോടെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ സന്നിധരായ ഓരോരുത്തരെയും എനർജൈസേഴ്സ് ഹബിന്റെ കുടുംബാംഗങ്ങളെയും ടീം മെമ്പേഴ്സിനെയും എല്ലാ ടീം മെമ്പേഴ്സിനെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി മാക്കുൽ മൈത്രി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. More power to you all. Thank you. More power to you. Mute on, sir. Thank you. More power to you. Prashit sir, let us start. നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുക. എത്തിയിട്ടുണ്ട്. ഓക്കെ സർ, തുടങ്ങാം. ഓക്കെ, താങ്ക് യു. മോർ പവർ ടു യു. അഡ്വക്കേറ്റ് സുരേന്ദ്രൻ സാർ ഇതിന്റെ കൺവീനറാണ്. സ്വാഗതം. ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. നമുക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആണ് 666 ദിവസം. ഒരു ദിവസവും ഇടതടവില്ലാതെ നമ്മൾ പുലർക്കാലെ GCC-യിലുള്ളവരും നമ്മുടെ നാട്ടിലുള്ളവരുമായ എല്ലാവരും ഇങ്ങനെ സംഗമിക്കുകയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള റാഷി സാറിന്റെ ഈ ഒരു മോർണിംഗ് സെഷൻ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്കിതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ 666 ദിവസം പിന്നിടുകയാണ്. വലിയൊരു അച്ചീവ്മെന്റ് ആണ്. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഫാത്തിമ അൻഷി, അവരെ പരിചയപ്പെടുത്താൻ ടീച്ചർ ജമീല ടീച്ചർ റെഡിയാണ്. ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ആണ്. അപ്പോ ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. കടമിനിട്ട എന്ന കവി നമ്മോട് പറയുന്നുണ്ട്, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണമണയാത്ത കണ്ണ്. നമ്മുടെ ഫാത്തിമ അൻഷിയിലൂടെ നമ്മളോട് കടമിനിട്ട പറയുന്നത് ഈ ഒരു കാര്യമാണ്. നമ്മൾക്ക് പലർക്കും ആ ഉൾക്കണ്ണ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ സ്വയം പുനർവിചിന്തനം ചെയ്യേണ്ടത്. നീട്ടിപ്പരത്തി കാര്യങ്ങൾ പറയുന്നില്ല. ഏതായാലും നമ്മുടെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. മുഖ്യ പ്രഭാഷണത്തിനു വേണ്ടി ഗ്രാൻഡ് മാസ്റ്റർ CKR-നോട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, വെൽക്കം സാർ, പ്ലീസ്.
താങ്ക് യു മാധുർ സർ. മോർ അബൌട്ട് യു. വളരെ സന്തോഷമുണ്ട്. ഫാത്തിമ അൻഷി നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നു. അവരുടെ ടോക്ക് കേൾക്കാൻ വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഈ അവസരത്തിൽ വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനർജൈസസ് ഹബ്ബ് യാത്ര തുടങ്ങിയപ്പോഴാണ്, 666 ദിവസം മുന്നോട്ടേക്ക് യാത്ര ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ദിവസത്തെ നമുക്ക് ലഭിച്ചത്. അതായത് മനഃശക്തി വർദ്ധിപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഓരോ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ആതിര സുഗതൻ നമ്മളോട് സംസാരിച്ചത് അത് തന്നെയാണ്. ഇന്ന് ഫാത്തിമ അൻഷി സംസാരിക്കാൻ പോകുന്നതും അത് തന്നെയാണ്. ഓരോരുത്തരുടെയും ഉള്ളിൽ അത്യസാധാരണമായിട്ടുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആഗ്രഹിക്കുന്നതൊക്കെയും നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ജീവിതത്തെ ഇത്തരം പാഠങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം ഓരോരുത്തരും എടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പൊ എനർജൈസസ് ഹബ്ബ് യാത്ര തുടങ്ങുമ്പോൾ 7 പേര് മാത്രമായിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഇന്ന് 2000-ലധികം ആളുകളുണ്ട്. വിവിധ തരത്തിലുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് സെഷൻ നടക്കുന്നു. അതോടൊപ്പം തന്നെ ലൈറ്റ് സർക്കിൾ എന്ന് പറയുന്ന പുതിയ ആളുകളെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന 15 മിനിറ്റ് സമയം കൊണ്ട് മാത്രം ഓരോ ദിവസവും അവർക്ക് സ്പെൻഡ് ചെയ്തുകൊണ്ട് മാറ്റം വരുത്താൻ സാധിക്കുന്ന രീതിയിൽ 15 മിനിറ്റ് ലൈറ്റ് സർക്കിൾ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് ക്രമീകരിക്കാനായിട്ട് സാധിച്ചു. ധാരാളം ആളുകളിൽ അത് അപ്ലൈ ചെയ്യുന്നു. അവരുടെ ലൈഫിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ മനഃശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. സമാധാനത്തിലേക്ക് അവരെ നയിക്കാൻ പറ്റുന്നു. സ്ട്രെസ് കുറയ്ക്കാൻ കഴിയുന്നു. ആരോഗ്യം മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള ഇമ്പാക്റ്റും സൊസൈറ്റിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമുക്ക് മുന്നോട്ട് തുടങ്ങാനായിട്ടുള്ള ശക്തിയും പ്രചോദനവും എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൽ വന്നു ചേർന്നിരിക്കുന്ന ഓരോരുത്തരുമാണ്. കാരണം ഇത് സ്വീകരിക്കാനായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകുമ്പോഴേ നമുക്ക് ഏതൊരു കാര്യവും നടത്താനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ മനഃശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ പലതരത്തിലും നേട്ടം ഉണ്ടാക്കിയ ആളുകളുടെ സംസാരത്തിലൂടെയാണ് മറ്റു പല ആളുകളും ഇതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ എന്റെ ടീം മെമ്പേഴ്സിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ടീം മെമ്പേഴ്സിന്റെ ഉറച്ചൊരു പിന്തുണ കൊണ്ടും അവരുടെ പ്ലാനിങ് കൊണ്ടും അവരുടെ ഇച്ഛാശക്തി കൊണ്ടും അവര് പ്രവർത്തിച്ചത് കൊണ്ടും ഒക്കെയാണ് ഈ രീതിയിൽ നമുക്ക് 666 ദിവസം വരെ എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഇതൊരു 1000 ദിവസത്തിലേക്ക് അല്ലെങ്കിൽ 1011-ാമത്തെ ദിവസത്തിലേക്കൊക്കെ എത്തുന്നതാണ് മനസ്സിലുള്ളത്. കാരണം ഒരു വിദ്യ 1000 തവണ ചെയ്തയാളെയാണ് ഭയം എന്ന് ബ്രൂസ്ലി പറഞ്ഞ വാക്ക് ഞാൻ ഈ അവസരത്തിൽ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നിരന്തരമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കേൾക്കുന്ന ആളുകൾക്കും പറയുന്ന ആളുകൾക്കും ഇതുമായി അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ വലിയ തരത്തിലുള്ള അനുഗ്രഹങ്ങളിലേക്ക് പോകാനും വലിയ തരത്തിൽ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള കാര്യം ആയി മാറും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ദിവസം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഫാത്തിമ അൻഷി വന്നതിൽ വളരെയേറെ സന്തോഷം. ബഹുമുഖ പ്രതിഭയാണ്. 14ഓളം ഭാഷകൾ സംസാരിക്കുന്നു. ദേശീയ അവാർഡ് ജേതാവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് ഫാത്തിമ അൻഷി നല്ലൊരു ഗായിക കൂടിയാണ്. നമുക്ക് ഇന്നത്തെ അവരുടെ സംസാരത്തിന്റെ ഇടയിൽ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും കൂടെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഫാത്തിമ അൻഷിയൊക്കെ നമ്മളോട് പറയുന്നത് നിങ്ങളും ഇറങ്ങി പുറപ്പെടും, നിങ്ങളും വലിയ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ള സന്ദേശമാണ് ശരിക്കും ഫാത്തിമ അൻഷിയൊക്കെ നമ്മളോട് പറയാനായിട്ട് പോകുന്നത്. എല്ലാവരും ഈ സെഷൻ കേൾക്കുകയും പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നും കൂടി ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് എനർജൈസസ് ഹബിന്റെ യാത്ര തുടരുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു 666-ാമത്തെ ദിവസത്തിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മുടെ തണൽ എന്ന് പറയുന്ന വലിയൊരു സംവിധാനം കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംവിധാനമാണ്. ഡോക്ടർ ഇദ്രീസ് ഡോക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന തണൽ എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം. അപ്പൊ ഡോക്ടർ ഇദ്രീസ് സാറുമായിട്ട് എനർജൈസസ് ടീമിന് ഒരു മീറ്റിംഗ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം വന്നു ചേർന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇദ്രീസ് ഡോക്ടർ സൃഷ്ടിച്ച വലിയൊരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനം കേരളത്തിൽ നൽകുന്ന സംഭാവനകൾ നമുക്കറിയാം. അതേസമയം മനഃശാസ്ത്ര രംഗത്ത് അതുപോലെയുള്ള വലിയൊരു മഹാപ്രസ്ഥാനമായിട്ട് നമ്മുടെ എനർജൈസസ് ഹബിനെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തുടർ ചർച്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടെ ഈ സന്തോഷ നിമിഷത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇത് സമൂഹത്തിന് പലതരത്തിലുള്ള ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ ഉറച്ച വിശ്വാസത്തോടു കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വന്ന എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു.
താങ്ക് യു വെരി മച്ച്. മോർ പവർ ടു യു ഓൾ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു വെരി മച്ച്. മോർ പവർ ടു യു സർ. വേഴ്സറ്റൈൽ ജീനിയസായ ഫാത്തിമ അൻഷിയെ പരിചയപ്പെടുത്താൻ വേണ്ടി ജമീല ടീച്ചറോട് ആദരവപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ് മാം. താങ്ക് യു മക്കുൽ സാർ. ഫാത്തിമ അൻഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജന്മനാൽ 100% കാഴ്ച പരിമിതിയുള്ള ഫാത്തിമ അൻഷി മലപ്പുറം ജില്ലയിലെ എടപ്പറ്റ അബ്ദുൽ ബാരി ഷംല ദമ്പതികളുടെ ഏക മകളാണ്. 3 വയസ്സ് മുതൽ സംഗീതത്തിലും സംഗീത ഉപകരണങ്ങളിലും താല്പര്യം കാണിച്ചു തുടങ്ങി ഇവര് 2ാം ക്ലാസ് മുതൽ കലോത്സവങ്ങളിൽ വിജയിച്ചു വരുന്നുണ്ട്. 2015 മുതൽ 19 വരെ കാലയളവില് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തില് ശാസ്ത്രീയ സംഗീതത്തിലും ഉപകരണ സംഗീതത്തിലും വിജയിക്കുകയും ചെയ്തു. പന്ത്, അറ്റ്വൺസ് സിനിമകളിൽ പിന്നണി ഗായികയായി അവർ പാടിയിട്ടുണ്ട്. ദർശന TV, കുട്ടിക്കുപ്പായം, കൈരളി TV, പട്ടുറുമാൽ ഷോയിലെ ഫൈനലിസ്റ്റ് ആണ് അവര്. 14 ഭാഷകൾ സംസാരിക്കാൻ കഴിവുള്ള അൻഷി സാങ്കേതിക വിദ്യ മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതാണ് അവരുടെ ഒരു പ്രത്യേകത. കേരള ഗവൺമെന്റിന്റെ പ്രഥമ ഉജ്ജ്വല ബാല്യ അവാർഡ്, 2019 കൈരളിയുടെ ഇശൽ ലൈല അവാർഡ്, മഴവിൽ മനോരമയുടെ ബെസ്റ്റ് പെർഫോമർ എന്നിവ ഈ അംഗീകാരങ്ങളും കൂടി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2022 സാമൂഹ്യ ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ശ്രേഷ്ഠ ബാലിക പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങാൻ ഇവർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പറഞ്ഞാൽ തീരാത്ര അവാർഡുകൾ വാരിക്കൂട്ടാൻ ഈ ഒരു കാലയളവിൽ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അവർ ഡിഗ്രി പൊളിറ്റിക്കൽ സയൻസ് 3rd ഇയർ ആണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ മനക്കരുത്ത് കൊണ്ടും നിതാന്ത പരിശ്രമം കൊണ്ടും ജീവിതത്തിൽ എങ്ങനെ നമുക്ക് പരിമിതികൾ ഉണ്ടെങ്കിലും എന്തെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും, അതിനൊന്നും തടസ്സമല്ല എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ ഈ ഫാത്തിമ അൻഷി. ഇനി കൂടുതൽ കാര്യങ്ങൾ അവരെ കുറിച്ച് അവർ തന്നെ വിശദീകരിക്കുന്നതായിരിക്കും നന്നാവുക. നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് അതിന്റെ ഒരു ആ ഡെപ്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. ഫാത്തിമ അൻഷി തന്നെ അതിനെക്കുറിച്ച് പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു ഓൾ. മോർ പവർ ടു യു ഓൾ. താങ്ക് യു. മോർ പവർ ടു യു ജമീല ടീച്ചർ. ഫാത്തിമ അൻഷിയോട് ഇഷ്ടത്തോടെ തന്റെ ജീവിത കഥ വിവരിച്ചുകൊണ്ട് തുടങ്ങാൻ ഇഷ്ടത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ് ഫാത്തിമ അൻഷി. Of course, sir. Good morning and more power to you all. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ എനർജൈസേഴ്സ് ഹബിന്റെ ഫസ്റ്റ് 666 ഡേ ഇന്നലെ ആഘോഷിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. എന്തായാലും ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒക്കേഷൻ, നമ്മുടെ പീസ്ഫുൾ ആയിട്ടുള്ള മോർണിംഗ് ആണ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെതർ ആണ്. ആൻഡ് എല്ലാവരും ലൈക്ക് നമ്മളിപ്പോ ഫിസിക്കലി അവേക്ക് ആണെങ്കിൽ നമ്മൾ മെന്റലി ഇങ്ങനെ വെയിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്ത് ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിലൈറ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് സർവശക്തനായ ദൈവത്തോട് അല്ലെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ താങ്ക്സ് പറയുന്നു. പിന്നെ നമ്മൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നമ്മുടെ മെന്റൽ ഹെൽത്ത് നമ്മുടെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് അതിനെ പോലെ തന്നെ ജസ്റ്റ് ആസ് ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ പോലും ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ കറേജ് ആണ്. ദർ ആർ ടൈംസ് വേർ നമ്മൾ ഒരു ഇൽനെസ് നിന്ന് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യും, എസ്പെഷ്യലി വെൻ വി ആർ സൈക്കോളജിക്കലി എംപവർ അല്ലെങ്കിൽ വെൻ വി ഹാവ് ദ കറേജ് ടു പെർസ്യൂ ഇറ്റ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു മെന്റൽ ഹെൽത്ത് എംപവർമെന്റ് പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത്, അത് നോൺ സ്റ്റോപ്പ് ആയിട്ട് കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത് ദാറ്റ്സ് റിയലി അമേസിങ്. ആൻഡ് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്തായാലും എനിക്കറിയാം നമ്മളെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ജേർണി ഉണ്ട്. നമ്മുടെ ഇന്നർ പീസ് അത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓൺ പാത കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള വേസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ കൺസിഡർ മീ ആസ് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചർ ആയിട്ട് കണ്ടാൽ മതി. നമുക്കൊരു ഹാർട്ട് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആവാം. ഇവിടെ ഞാൻ എന്റെ എക്സ്പീരിയൻസ്, എന്റെ ലൈഫായിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നു. സോ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാല് when I was born എല്ലാവർക്കും ഭയങ്കര അൺസർട്ടനിറ്റി ആണ് ഉണ്ടായിരുന്നത്. ബിക്കോസ്
നമ്മളിപ്പോ എല്ലാ പാരന്റ്സിനാണെങ്കിലും ഒരു പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ചൈൽഡ് അതായിരിക്കും നമ്മൾ എല്ലാവരും ഡിസയർ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് നമ്മളെല്ലാവരും ഒരു ഫ്യൂച്ചർ അവരുടെ കൂടെ ബിൽഡ് ചെയ്യുക. ആൻഡ് നമുക്ക് കുറെ ഡ്രീംസ് ഉണ്ടാവും ആൻഡ് ആസ്പിറേഷൻസ് ഉണ്ടാവും നമ്മുടെ ഇപ്പോൾ ഒരു ന്യൂ ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ആസ്പിറേഷൻസ് ഉണ്ടായിരുന്ന ഒരു 2 യങ് അഡൽട്സ് ആയിരുന്നു എൻ്റെ ഉമ്മച്ചി ഉപ്പച്ചി. ആൻഡ് ഇവൻച്വലി അവരുടെ ജേർണി തുടങ്ങി. ആൻഡ് ഐ വാസ് ബോൺ, ഞാനൊരു 25th of January 2006 ജനിച്ചത്. ആ സമയത്ത് ഓണസ്റ്റ്ലി നമുക്ക് ഒരു എങ്ങനെയാണ് ഞാൻ എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവൻച്വലി ഒരു ഫ്യൂ ഡേയ്സ് ലേറ്റർ എൻ്റെ അമ്മച്ചിനോട് പറഞ്ഞു ഡോക്ടേഴ്സ് എന്താന്ന് വെച്ചാല് മറ്റുള്ള കുട്ടികളെക്കാളും ഞാൻ ഡിഫറെന്റ് ആണ്. ആൻഡ് ദേ ടോക്ട് അബൌട്ട് മൈ ഡയഗ്നോസിസ്. ആൻഡ് അതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഓണസ്റ്റ്ലി എന്റെ പാരന്റ്സിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ടൈം ആണ്, ഇറ്റ് വാസ് ദെയർ ഫസ്റ്റ് ടൈം ബിക്കമിങ് പാരന്റ്സ് ആൻഡ് ഇറ്റ് വാസ് ദെയർ ഫസ്റ്റ് ടൈം ഡീലിംഗ് വിത്ത് ചാലഞ്ചസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഒരു ഡെവസ്റ്റേറ്റഡ് ആയിരുന്നു അവർക്ക് ഫീൽ ചെയ്തത്. പക്ഷെ their love for me, ആ ലവ് ശരിക്കും പറഞ്ഞാല് എന്റെ നല്ല രീതിയിൽ റേസ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു നല്ലൊരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ്, അതുപോലെ തന്നെ എനിക്ക് സ്വന്തമായിട്ട് എന്നെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് അവർ സ്റ്റിൽ പ്രൊവൈഡ് ചെയ്തു. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദം ദാറ്റ് ഐ ആം ഹിയർ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ടു ദം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഞാൻ വളരുന്ന സമയത്ത് ഓണസ്റ്റ്ലി ഞാൻ കുറെ ലൈഫിൽ ഓരോ ഫേസസിലൂടെ പോകും. നമ്മൾ ഇതാക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഫേസസിലൂടെ പോകുമല്ലോ. നമുക്ക് ചില കാര്യങ്ങൾ റൈറ്റ് ആയി തോന്നും, ചില കാര്യങ്ങൾ നമുക്ക് അത് അൺഅക്സെപ്റ്റബിൾ ആയിട്ട് തോന്നും. അങ്ങനെയുള്ള കുറെ ടൈപ്പ് ഓഫ് ചേഞ്ചസ് ടേക്ക് പ്ലേസ്, റൈറ്റ്? അതേ ടൈപ്പ് ഓഫ് ഫേസസിലൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓണസ്റ്റ്ലി നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചൈൽഡ് അല്ലായിരുന്നു. ഞാൻ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കിഡ് ആയിരുന്നു. ബിക്കോസ് വിത്ത് ടീച്ചേഴ്സ് അതുപോലെ തന്നെ വിത്ത് ഫ്രണ്ട്സ് ഞാൻ എപ്പോഴും ഐ ഗോട്ട് ഇൻ ട്രബിൾ. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാല് ഇറ്റ് വാസന്റ് ലൈക്ക് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ഐ ഡിഡ് നോട്ട് ഗെറ്റ് ഇൻ ടു പെർഫെക്ഷൻ. എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് റിയലൈസ് ചെയ്യായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റൽ സ്റ്റിഗ്മ വേറെ ഒന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇപ്പൊ കുറെ ആൾക്കാർക്ക് സ്കെപ്റ്റിസിസം ആയിരുന്നു, കുറെ ആൾക്കാർക്ക് സ്കെപ്റ്റിക്കൽ ആയിരുന്നു. എങ്ങനെയായിരിക്കും എന്റെ ലൈഫിൽ, എങ്ങനെയായിരിക്കും എനിക്ക് എന്നെ തന്നെ എംപവർ ചെയ്യാൻ പറ്റും, എങ്ങനെയായിരിക്കും എനിക്ക് സൊസൈറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവര് നിനക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ടൈപ്പ് ഓഫ് ഒരു റിസ്ട്രിക്ഷൻസ് അവർ തന്നെ ഇങ്ങനെ അവരുടെ ഓരോ സട്ടിൽ ആയിട്ടുള്ള അവരുടെ എന്നോടുള്ള ഇന്ററാക്ഷൻസിലും അവരുടെ സ്റ്റേറ്റ്മെന്റ്സിലും പിന്നെ അതുപോലെ തന്നെ അവരുടെ ആക്ഷൻസിലൂടെ ഒക്കെ അവർ നമ്മുടെ സൊസൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫോർ മീ അതൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഓൾറെഡി ഒരു സംഭവം ഉണ്ട്. എനിക്ക് ചെറിയ കുട്ടിയുടെ സമയത്ത് തന്നെ ഒരു റിബലിയസ് നേച്ചർ ആയിരുന്നു. ഇഫ് സംബഡി ടെൽസ് മീ നോട്ട് ടു ഡു സംതിങ്, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഓൾദോ ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ഓൾ ദ ടൈം, ഈ സമയത്ത് ഐ തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ഗുഡ് തിങ്. ബിക്കോസ് അവരെന്നോട് പറഞ്ഞു നിനക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ശരിക്കും പറയുമ്പോൾ വായ് എനിക്ക് എന്തുകൊണ്ട് ആ കാര്യം ചെയ്യാൻ പറ്റൂല എന്നുള്ള മാതിരി എനിക്ക് തോന്നി. ആൻഡ് ഞാൻ എന്റെ രീതിയിൽ ഐ ഫൗണ്ട് വേസ് ടു ക്രിയേറ്റീവ്ലി ഡു ദോസ് തിങ്സ് ദാറ്റ് ദേ ടോൾഡ് മീ ദാറ്റ് ഐ കാൺട് ഡു. അപ്പൊ ആ രീതിയിലാണ് ഐ ആക്ച്വലി ഓവർകെയിം ഇറ്റ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക്, അതുപോലെ തന്നെ ലേണിംഗ് ലാംഗ്വേജസ്, പിന്നെ ലോകത്തിനെ കുറിച്ച് അറിയുക, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിന്നെ നമ്മൾ ഓൾഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ടീനേജ് ഇയേഴ്സ് ആവുന്നതിന്റെ സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വന്നു. ആൻഡ് അതും നമ്മുടെ താങ്ക്സ് ടു ദി അഡ്വെന്റ് ഓഫ് ദ ഇന്റർനെറ്റ് നമുക്ക് ഈ കാര്യങ്ങൾ ലോകത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി. അപ്പോൾ ലോകത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഐ സ്റ്റാർട്ടഡ് ടു കുറച്ചുകൂടി ഒരു ബിഗർ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് അബൌട്ട് നമ്മുടെ ലോകത്തിലെ ഒരു ബിഗർ പെർസ്പെക്റ്റീവ് കൂടുതൽ എനിക്ക് എന്റെ മൈൻഡിൽ എമേർജ് ചെയ്യാൻ തുടങ്ങി. സോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഐ ഫീൽ ലൈക്ക് ഇപ്പൊ എനിക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസും കിട്ടാൻ തുടങ്ങി. ഇതിനു മുമ്പ് തന്നെ ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ചെറിയ കുട്ടിയുടെ സമയത്ത് ഞാൻ കോമ്പറ്റീഷൻസിൽ ടേക്ക് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിലൊക്കെ എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ മെയിൻ സ്ട്രീം പോപ്പുലേഷന്റെ കൂടെയായിരുന്നു കോമ്പീറ്റ് ചെയ്തിരുന്നത്. ലൈക്ക് നമ്മുടെ സാധാരണ സ്കൂൾസ്, നമ്മുടെ സ്റ്റേറ്റ്സ്, ശരിക്കും പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് കോമ്പറ്റീഷൻസ്, ഇതിലൂടെയൊക്കെ ഇങ്ങനെ കോമ്പീറ്റ് ചെയ്തിട്ട് ഞാൻ എക്സൈൽ ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ അക്കാഡമിക്കലി ഞാൻ മെയിൻ സ്ട്രീം പോപ്പുലേഷന്റെ കൂടെ ആയിരുന്നു കമ്പീറ്റ് ചെയ്തിരുന്നത്. ബിക്കോസ് ഞാൻ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരുന്നു എക്സാം എഴുതാൻ ചൂസ് ചെയ്തത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അസിസ്റ്റീവ് ടെക്നോളജി. ബിക്കോസ് that was a challenge that I had to overcome with creative ways. അങ്ങനെയാണ് അസിസ്റ്റീവ് ടെക്നോളജി ഞാൻ യൂസ് ചെയ്തത്. സോ ഇതുപോലെ തന്നെ എന്റെ ജേർണി wasn't like ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ജേർണി എന്ന് ഒരിക്കലും പറയില്ല. ബിക്കോസ് ഇതിന് കുറെ ട്വിസ്റ്റ്സ് ഉണ്ടായിരുന്നു, ടേൺസ് ഉണ്ടായിരുന്നു, കുറെ അപ്സ് ഉണ്ടായിരുന്നു,
ഡൗൺസ് ഉണ്ടായിരുന്നു. ആൻഡ് ചില സമയത്ത് നമുക്ക് നമ്മുടെ വേൾഡ് കംപ്ലീറ്റ്ലി, നമുക്ക് ഈ വേൾഡിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റും, നമുക്ക് പീസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് തോന്നും. പക്ഷെ ചില സമയത്ത് നമുക്ക് തോന്നും, ഇസ് ദാറ്റ് ഓക്കെ, ആർ വി ഓക്കെ, നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടൈപ്പ് ഓഫ് ഡൗട്ട്സ് നമ്മുടെ മനസ്സിലുണ്ടാവും. ആൻഡ് ലൈക്ക് അങ്ങനെയുള്ള കുറെ ഫേസസിലൂടെ കടന്നു പോയ ഒരു പേഴ്സൺ ആണ് ഞാൻ. ഇപ്പോഴും ഞാൻ എന്റെ ഡ്രീം റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലൂടെ ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആസ് എ യങ് അഡൽട്ട് ദ ചാലഞ്ച്, ഈ ഒരു ജേർണി ആക്ച്വലി ലുക്സ് ഡിഫറെന്റ്, ബട്ട് ഫോർ സം റീസൺ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു കണ്ടന്റ് ആണ് ഫീൽ ചെയ്യുന്നത്, സം സോർട്ട് ഓഫ് ജോയ്, ബിക്കോസ് ഐ നോ ദാറ്റ് നമ്മളെല്ലാവരും വി ആർ നോട്ട് പെർഫെക്റ്റ്. ബിക്കോസ് നമ്മുടെ ആരും നമുക്ക് ഒരിക്കലും പെർഫെക്ഷൻ ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ പറ്റൂല. നമുക്ക് ഓരോരുത്തർക്കും ഇപ്പൊ എനിക്കെന്ന് വെച്ചാൽ വിസിബിൾ ആയിട്ടുള്ള ഡിസബിലിറ്റി ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഡിസബിലിറ്റി ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള കുറെ സ്ട്രഗിൾസ്. നമ്മൾ ഒരിക്കലും ക്വയറ്റ് ആയിട്ടുള്ള ബാറ്റിൽസ്, നമ്മൾ ഒരിക്കലും ആൾക്കാരോട് പറയാത്ത, നമ്മൾ ഒരിക്കലും പുറത്ത് കാണിക്കാത്ത കുറെ സങ്കടങ്ങളും കുറെ സ്ട്രഗിൾസും ഉണ്ട്. അങ്ങനെയുള്ള കുറെ ഇതാവുന്ന സമയത്ത് നമ്മളെല്ലാവരും അതിനെ അതിജീവിക്കാൻ വേണ്ടി ക്രിയേറ്റീവ് ആയിട്ടുള്ള വേസ് ഫൈൻഡ് ചെയ്യണമല്ലോ, നമ്മൾ പെർഫെക്റ്റ് അല്ല എന്ന് അറിയുന്ന സമയത്ത്. സോ ദാറ്റ്സ് നമുക്ക് അതേ ഒരു ടൈപ്പ് ഓഫ് തോട്ട് എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് ഐ എം നോട്ട് പെർഫെക്റ്റ് ആൻഡ് ബിക്കോസ് ഓഫ് വിച്ച് ഞാൻ കുറെ മിസ്റ്റേക്സ് ഇവൻച്വലി മേക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടാവും. പക്ഷെ നമ്മുടെ ആ മിസ്റ്റേക്സ് മേക്ക് ചെയ്താലും നമ്മളിപ്പോ കുറെ അതിൽ നമ്മൾ പെർസിസ്റ്റന്റ് ആയാലും നമുക്ക് ഏത് ഡ്രീമാണോ നമുക്ക് അക്കോംപ്ലിഷ് ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് എന്തായാലും കോൺകർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യലുണ്ട്. സോ ആൻഡ് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ജേർണി ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ട് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഓൾദോ ഐ ഹാവ് നോട്ട് അറൈവ്ഡ് അറ്റ് മൈ ഡെസ്റ്റിനേഷൻ യെറ്റ്. അപ്പോ എനിക്ക് എല്ലാവരോടും ഒരു ക്വിക്ക് റിമൈൻഡർ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ none of us are perfect and we can never be perfect because perfection is beyond human capability. അതാണ് എനിക്ക് പറയേണ്ടത്. സോ നമുക്ക് ഈ പെർഫെക്ഷന് ചൂസ് ചെയ്ത് നമ്മളെപ്പോഴും ആ വേൾഡ്ലി ആയിട്ടുള്ള ടൈപ്പ് ഓഫ് അറ്റൻഷൻ ആൻഡ് വാലിഡേഷനെ ചൂസ് ചെയ്ത് നമ്മളെപ്പോഴും നമ്മൾ തിരക്കിലൂടെ പോകുന്ന സമയത്ത് ഇറ്റ്സ് ഗോണ കോസ് us to lose our identity. അപ്പോ ശരിക്കും പറഞ്ഞാല് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാല്, നമുക്ക് വേൾഡ്ലി സക്സസ് എന്തായാലും ചൂസ് ചെയ്യാം, ബിക്കോസ് വി ഡു നീഡ് ടു സർവൈവ്. നമുക്കൊരു ലെഗസി എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ഡോണ്ട് ലെറ്റ് ദാറ്റ് ലെഗസി ഡിഫൈൻ യു. നമ്മുടെ ഹോൾ പേഴ്സണാലിറ്റി ആയിട്ട് ആ ലെഗസി മാറരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്, നമ്മുടെ ടൈപ്പ് ഓഫ് ഐഡന്റിറ്റി ഉണ്ട്, അതിന് കുറെ ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ആൻഡ് ദ മൂമെന്റ് യു അക്സെപ്റ്റ് ദാറ്റ് ഇംപെർഫെക്ഷൻ ഓഫ് യോഴ്സ്, അത് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ദ മൂമെന്റ് യു സ്റ്റാർട്ട് ബിക്കമിങ് ഹാപ്പിയർ. ആൻഡ് നമുക്ക് ദ മൂമെന്റ് യു സ്റ്റാർട്ട് ടു ലൈക്ക് നമ്മളെ തന്നെ കംഫർട്ട് ചെയ്യുക, ലൈക്ക് ഇറ്റ്സ് ഓക്കെ, ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഉണ്ടാവും, പക്ഷെ അത് ഇറ്റ്സ് ഓക്കെ എന്ന് നമ്മളോട് തന്നെ പറയാൻ തുടങ്ങിയാൽ തന്നെ ദ മോർ വി സ്റ്റാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ജേർണി. നമുക്ക് ആ ജേർണി കുറച്ചുകൂടി നമുക്ക് അത് പെർസിവിയർ ചെയ്യാൻ നമുക്ക് തോന്നും, നമുക്ക് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നും. സോ അതാണ് പറയാനുള്ളത്. വി ആർ നോട്ട് പെർഫെക്റ്റ്, ബട്ട് വി could try our best to be the better versions of ourselves. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ബെറ്റർ വേർഷൻസ് ഓഫ് അവർ സെൽഫ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പേർക്ക് ചില ആൾക്കാർക്ക് ഈസി ആയിരിക്കും, പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ സെൽഫിനെ റിയലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറെ ആൾക്കാർക്ക് ഇറ്റ് വുഡ് ടേക്ക് ഇയേഴ്സ്. ആൻഡ് ചില സമയത്ത് നമ്മൾ ഓൾഡ് ആവുന്ന സമയത്ത് പോലും, നമ്മൾ അഡൾട്ട്ഹുഡ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ യുനോ ഒരു ഏജിങ് ആയിട്ടുള്ള ഒരു സമയത്ത് എത്തുമ്പോഴേക്ക് പോലും നമ്മൾ ചില സമയത്ത് വി മൈറ്റ് നോട്ട് ബി ഏബിൾ ടു റിയലൈസ് അവർ സെൽഫ്സ്. നമുക്ക് നമ്മളെ കുറിച്ച് കൂടുതൽ അറിവ് അപ്പോഴും ഉണ്ടാവില്ല. പക്ഷെ eventually if you take time and ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമയം എടുത്തിട്ട് നമ്മൾക്ക് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കുറെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയൺമെന്റ് കൊടുത്താല് that's definitely gonna happen. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, എനിക്കെന്ന് വെച്ചാൽ ഇവിടെ എത്താൻ കാരണം വെച്ചാല് എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്റെ ഉമ്മച്ചി ഉണ്ടായിരുന്നു, എന്റെ ഉപ്പച്ചി ഉണ്ടായിരുന്നു. ആൻഡ് രണ്ടുപേരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ വേൾഡിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു യൂണിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ കുറെ ആൾക്കാർ ഇപ്പൊ ലോൺലിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ പോലെ തന്നെ കുറെ ആൾക്കാർ ഇപ്പൊ ഓരോ സ്ട്രഗിൾസ് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പോഴത്തെ വേൾഡ് നമ്മൾ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് അല്ല കൂടുതൽ കിട്ടുന്നത്. ഇഫ് യു ലുക്ക് അറ്റ് ദ ന്യൂസ്, വാർസ് ആർ ഗോയിങ് ഓൺ, പിന്നെ പോലെ തന്നെ കുറെ ആൾക്കാർ ഡൈ ചെയ്യുന്നു, ഇതിനെ കുറിച്ചുള്ള കുറെ ന്യൂസസ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആൻഡ് ഇതിന്റെ
ഇതിലൊക്കെ നമ്മൾ കൺസ്യൂംഡ് ആവുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒറ്റപ്പെടുന്ന പോലെ തോന്നും. നമുക്ക് ആർക്കും ആരോടൊന്നും പറയാൻ കഴിയില്ല എന്നുള്ള പോലെ തോന്നും. പക്ഷെ ശരിക്കും പറഞ്ഞാല് ആ കാര്യം നമ്മൾ ഓവർകം ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് സപ്പോർട്ട് ഉണ്ടായ പോലെ തന്നെ നമ്മളെല്ലാവരും നമ്മുടെ ഫാമിലിയിലാവട്ടെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാവട്ടെ, പിന്നെ പോലെ തന്നെ നമ്മളെല്ലാവരും ഫ്രണ്ട് സർക്കിളിലാവട്ടെ, നമ്മളെല്ലാവരും സപ്പോർട്ട് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്താൽ, ഈവൻ വിത്തിൻ സ്ട്രേഞ്ചേഴ്സ് നമ്മളൊരു ചെറിയ യൂണിറ്റി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്താൽ, വാട്ട് എവർ സ്ട്രഗിൾ നമുക്കുള്ളത് അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഓവർകം ചെയ്യാൻ പറ്റുന്ന അറിയില്ല. ബിക്കോസ് സ്ട്രഗിൾസ് ഡു എക്സിസ്റ്റ് ആൻഡ് അതിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക. ബട്ട് നമുക്ക് എന്ത് സ്ട്രഗിൾ ആണെങ്കിലും അത് മാനേജ് ചെയ്യാൻ ഈസി ആയിരിക്കും. നമ്മുടെ ജേർണി കുറച്ചുകൂടി ഈസി ആയിരിക്കും ആൻഡ് ഫുൾഫില്ലിംഗ് ആയിരിക്കും. സോ എനിക്ക് എല്ലാവരോടും പറയുന്നത് വെച്ചാൽ, ഡു നോട്ട് ഗിവ് അപ്പ് ഓൺ എനി ഓഫ് ദ ഡ്രീംസ് ആൻഡ് ഡിസയേഴ്സ് യു ഹാവ്. Stay united, stay strong, and stay happy as much as you can, and spread love and peace amongst everybody. അപ്പൊ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗിൽ എല്ലാവർക്കും നല്ലത് വിഷ് ചെയ്തിട്ട് എനിക്ക് ഈ ടോക്ക് എൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് ടു സിംഗ് സംതിങ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്മോൾ സോങ് ഞാൻ നിങ്ങൾക്ക് പാടാൻ പോവാണ്. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം, കളിയാടാമേ കിളിമരത്തണലോരം, കളിയാടാമേ കിളിമരത്തണലോരം, കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. More and more and more power to you all. താങ്ക് യു. മോർ പവർ ടു യു. ഞങ്ങൾ വളരെ enthusiastic ആണ് നിങ്ങൾ ഷെയറിംഗ് ഒക്കെ കേട്ടപ്പോൾ. പക്ഷെ കൂടുതൽ അറിയാനുണ്ട്. പ്ലീസ് ഫാത്തിമ. അപ്പോ ഇന്ററാക്ഷന്റെ സമയമാണ്. അപ്പോ എല്ലാവർക്കും ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ട് ഇന്ററാക്ഷൻ ചെയ്യാം. am I correct, ഗ്രാൻഡ് മാസ്റ്റർ? അതെ സർ, യെസ്, അതെ. Okay, we want to know about your versatile genius in language. I think 13 language you know, and Yes. also in all and Western music also. Your Western music also very famous. Okay, we want to know more and more about it. You hand raise ചെയ്തവര് സംസാരിക്കുക. സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഫാത്തിമാൻഷിയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ അത് സഹായകരമായിട്ട് മാറും. നാസിമുദ്ദീൻ സർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മക്കുൽ സർ. Yes, sir. Please, Nasimuddin sir. ഫാത്തിമ അൻഷി. Hi, good morning. ഗുഡ് മോർണിംഗ്. ഫാത്തിമ അൻഷിയുടെ ക്ലാസ്സിലാണ് എൻ്റെ മകൻ പഠിക്കുന്നത്. Oh. അറിയാവോ? ഹുസൈനി. NR Hussaini. NR Hussaini. Of course. അറിയാതെ like ഞങ്ങളുടെ friends ആണ്. പിന്നെ ഒഴിച്ച് മിക്കവാറും എല്ലാരെയും എനിക്ക് അവിടെ അറിയാൻ ചെയ്യാം. അവരെല്ലാം എൻ്റെ മിക്കവാറും എല്ലാവരും ഒരു 18ഓളം പേര് വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. വന്ന് പല പ്രാവശ്യങ്ങളായിട്ട് വന്ന്. ഈ ഞായറാഴ്ച ഒരു 14 പേര് വന്നായിരുന്നു. കാവ്യശ്രീ ഗ്രൂപ്പ് അപ്ഡേറ്റ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് പോസ്റ്റ് ചെയ്യലുണ്ട് എല്ലാവരും ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത്. ലൈക്ക് ഐ നോ വാട്ട്സ് ഗോയിങ് ഓൺ. കാവ്യശ്രീ, നന്ദന, വന്ദന, പിന്നീട് അവന്തിക, ഷിബിൻ അലി, അഖിലേഷ്, ഗോകുൽ കൃഷ്ണ, എല്ലാവരും. മിക്കവാറും എന്റെ കുളത്തുപ്പുഴ കൊച്ചിന്റെ പേരുണ്ട്, അതിന്റെ പേരെനിക്ക് മറന്നുപോയി. ശ്രീലേഖ, എല്ലാരും ഇവിടെ ഞായറാഴ്ച ഉണ്ടായിരുന്നു. അപ്പോഴേ എന്റെ മകന്റെ ക്ലാസ്സില ഫാത്തിമ അൻഷിയുടെ ക്ലാസ്സിലാണ് എന്റെ മകനെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ഇത്രയും വെർസാറ്റൈൽ ജീനിയസ് ആയ ലോകം അറിയുന്ന ഒരു പെൺകുട്ടിയോടൊപ്പം ആണല്ലോ എൻ്റെ മകൻ പഠിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തിന് അതൊരു കാരണമാവുകയാണ്. പലവിധ കഴിവുകളുള്ള ബഹുമുഖ പ്രതിഭയായ ഫാത്തിമ അൻഷിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവന്റെ ഭാവിയെ നല്ലതുപോലെ കഴിവുപിടിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള സന്തോഷം അത് വേറെ. മറ്റുള്ള ആൾക്കാർക്കും ഒരു പ്രചോദനം ആകും. ഇന്നലെ IAS
പേര് പറഞ്ഞു ആ സുഗതൻ എന്ന് അവര് IS വരാൻ നേരത്ത് ഇത്ര ഫുൾ സ്ക്രീനിലല്ലായിരുന്നു. ഫാത്തിമാൻഷിയെ ഫുൾ സ്ക്രീനിൽ നല്ലതുപോലെ കാണാനും പറ്റി. വളരെ സന്തോഷം. ഞാനൊരു പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. ഭാവിയിൽ ഉയരങ്ങൾ കീഴടക്കാനും ലോകം മൊത്തവും അറിയാനും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. I mean, എന്തായാലും this was a pleasant surprise ആയിരുന്നു. I mean, അത്രയൊരു ശരിക്കും പറഞ്ഞ ഒരു സ്മോൾ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മനസ്സിലായി, ബിക്കോസ് എവരിബഡി നോസ് എവരി വൺ. എന്തായാലും ഹുസൈനി ശരിക്കും പറഞ്ഞാൽ is somebody that I respect personally. I look up to him a lot. ശരിക്കും പറഞ്ഞാൽ അതേ ലൈക്ക് അവരും ഭയങ്കര ടാലന്റഡ് ആണ് and wise ആണ് and the smartest person I know. And ശരിക്കും പറഞ്ഞാല് we both, I guess I'm also inspired by him എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഭയങ്കര ഒരു pleasant surprise ആയിരുന്നു. Like to have someone അവരുടെ തന്നെ ഒരു ഫാദർ അല്ലെങ്കിൽ ഒരു പാരന്റ് തന്നെ ഇവിടെ ഉണ്ടാവുന്ന പറയുമ്പോൾ that's ഒരു പ്ലസന്റ് ആയിട്ടുള്ള സർപ്രൈസ് ആയിരുന്നു. എന്തായാലും നമുക്ക് എന്തായാലും ഭാവി ഒരു പ്രാർത്ഥന എനിക്കും ഉണ്ട്. എന്തായാലും നിങ്ങളെയും പിന്നെ പോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയെയും സർവശക്തൻ എപ്പോഴും ബ്ലെസ് ചെയ്യട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രേ ചെയ്യുന്നു. Thank you. More power to you. Jyoti ma'am, please. Good morning, Fatima. Good morning. നല്ല എനർജിയാണ് രാവിലെ തന്നെ. താങ്ക് യു വെരി മച്ച് ഫോർ സ്പ്രെഡിങ് ദറ്റ് എനർജി. പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ അൻഷി ഈ മെയിൻ സ്ട്രീമിന്റെ കൂടെ പിന്നെ മത്സരിച്ചു എന്ന് പറഞ്ഞു. വെ യു ട്രൈങ് ടു പിന്നെ കമ്മ്യൂണിക്കേറ്റ് സംതിങ്, എന്തെങ്കിലും ഒരു മെസ്സേജ് ആണോ അത് നമുക്ക് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ള ഒരിതും പറഞ്ഞു. അപ്പം ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു മെസ്സേജ് ആണോ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? ബിക്കോസ് ഇന്ന് എല്ലാവരും പിന്നെ ഈസി ആയിട്ടുള്ള റൂട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്. യു കുഡ് ഹാവ് ഈസിലി ടേക്കൺ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എടുത്തിട്ട് പ്രൈസ് കിട്ടാനുള്ള ഒരു അവന്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചൂസ് ചെയ്യാതെ മെയിൻ സ്ട്രീമിന്റെ കൂടെ നിന്നിട്ട് ജയിച്ച ഒരാളാവാൻ, അത് ഉള്ളിലുള്ള റിബലാണോ അത് ചെയ്തത്, അതോ what were you trying to communicate? It was actually a bit of both, I would say, because I was rebellious because as society noted that I cannot do certain things, but I was like, why not? And I just decided to find creative ways to overcome the limitations I had. The message that I was trying to combine, the mainstream population to compete in the question, we're not perfect. Even the message I combine, I honestly feel like there is no such thing as superiority as well as inferiority. There's no such thing as the mainstream population per se, because we all are humans at the end of the day. We all are not perfect. I mean, my disability is invisible, but at the same time there are a lot of people who are struggling with invisible struggles and invisible disability. So honestly, me competing with the mainstream population, yes, mainstream population has been made to be difficult for those like the world is made to be difficult for everybody. So I just feel like me competing with the mainstream like population, it is just me competing with other humans. We humans are competing with each other. We are trying to learn from each other so that we would be able to grow as a person. Like it's like a growth process I consider. And I try to combine these two messages because at the end of the day there should not be a difference, or there should not be that much of a rift between people who have visible disabilities and other people who might not struggle with things that we struggle with, because everyone's struggles are different. And that was the message that I was trying to convey through what I said. എല്ലാവരും ഹാൻഡിക്യാപ്റ്റ് ആണ് എന്നല്ലേ, ഇൻ വൺ വേ അല്ലെങ്കിൽ അതർ. അതാണ്. അപ്പം നമ്മളത് ചിലത് കാണുന്നു, ചിലത് കാണുന്നില്ല, കാഴ്ചയിൽ ഇല്ല എന്നുള്ളതാണ് അൻഷി പറഞ്ഞത്. താങ്ക് യു വെരി മച്ച്. ഐ തിങ്ക് ഇന്നത്തെ ലോകത്ത് എല്ലാവരും ഈസി റൂട്ട് എടുക്കുന്ന ആൾക്കാരാണ്. ഇവൻ ഞങ്ങൾ പോലും അതാണ് ചെയ്യുന്നത്. അപ്പൊ അൻഷി ഒരു വലിയൊരു മെസ്സേജ് ആണ് ലൈഫിലേക്കൂടെ തന്നിട്ടുള്ളത്. താങ്ക് യു വെരി മച്ച് ആൻഡ് മോർ പവർ ടു യു. മോർ പവർ ടു യു. മോർ ആൻഡ് മോർ പവർ ടു യു. താങ്ക് യു. മോർ പവർ ടു യു. അടുത്തായിട്ട് ഫൈസൽ ബൈ നമ്മുടെ ജനറൽ കൺവീനർ ആണ്, ഫാത്തിമയോട് സംസാരിക്കും. അതിനു മുമ്പ് റാഷിദ് സാറിനും നമ്മുടെ ചെയർമാൻ സൈനുദ്ദീൻ ബൈക്കൊക്കെ പിന്നെ പുതുതായിട്ട് ഇതിൽ റീസെന്റ് ജോയിൻ ചെയ്തവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ആരും ലെഫ്റ്റ് അടിക്കരുത് എന്ന് പറയാണ്. ഓക്കെ, താങ്ക് യു. പ്ലീസ് ഫൈസൽ ബൈ. Assalamu alaikum warahmatullah. Walaikum assalam. All of you, very, very good morning. Fatima and she,
വളരെ സന്തോഷം. ഈ എനർജിസൈസ് ഹബിന്റെ ഈ ഫ്ലോറില് വന്നിട്ട് ഇത്രയും കോൺഫിഡൻസോട് കൂടി ഫാത്തിമാൻഷിയെ പോലത്തെ ഒരു വ്യക്തി സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ്. പല വ്യക്തികളും പല പ്രമുഖരായ വ്യക്തികളും ഇതിലെ പല ദിനങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പക്ഷേ മാഷാല്ലാ ബാറക്കല്ലാ, യുവർ കോൺഫിഡൻസ് ലെവൽ മാഷാല്ലാ, ഇറ്റ് ഈസ് സംതിങ്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത്, കുറെ ഭാഷകൾ അറിയാലോ ഫാത്തിമാൻഷിക്ക്. എങ്ങനെയാണ് ഈ ഭാഷ ഉപയോഗപ്പെടുത്തുന്നത്? എങ്ങനെയാണ് അത് ഫാത്തിമാൻഷിക്ക് ഉപകാരപ്പെടുന്നത്? അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് കാര്യമായി ഫാത്തിമാൻഷി ചെയ്യുന്നത് എന്നറിയാൻ താല്പര്യം. Okay. ശരിക്കും പറഞ്ഞ ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ഡിഫറെന്റ് വേസിലൂടെ ലാംഗ്വേജസ് പഠിച്ചത്. ഇന്റർനെറ്റിലൂടെ ആവട്ടെ, അതിലൂടെ ആൾക്കാരോട് എനിക്ക് ഫോറിൻ ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് സംസാരിച്ചിട്ടും, പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലൂടെയും ഗൂഗിളിലൂടെയും അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഡിഫറെന്റ് വേസിലൂടെയാണ്. അതെങ്ങനെ ഉപയോഗപ്പെടുന്നതെന്ന് വെച്ചാൽ, ഓണസ്റ്റ്ലി എന്റെ അംബിഷൻ ഒരു ഡിപ്ലോമാറ്റ് ആവണം എന്നാണ് ആഗ്രഹം, ഒരു IFS ഓഫീസർ ആവണമെന്ന്. സോ നമ്മൾ ഓരോ കൺട്രിയിൽ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ കൾച്ചറൽ ന്യൂവൻസസ് അല്ലെങ്കിൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് നമ്മൾക്ക് മനസ്സിലാക്കാൻ ലാംഗ്വേജ് ഒരു വലിയൊരു കീ ആണ്. അപ്പൊ അതിലൂടെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ ലാംഗ്വേജസ് നല്ല രീതിയിൽ ഉപകാരപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഈ ലാംഗ്വേജസ് പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാല്, നമ്മൾ എത്ര ഡിഫറെന്റ് ആണ്, നമ്മൾ എത്ര സ്ഥാപിച്ചാലും വി ഓൾ ആർ ഹ്യൂമൻസ്. നമുക്ക് കുറെ കാര്യങ്ങൾ സെയിം ആണ്. ഇപ്പൊ ഏത് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലും എല്ലാത്തിലും നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ദ വോയിസ് ഇൻഫ്ലക്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ ചില സെന്റൻസ് ഫ്രെയിമിങ്, പിന്നെ അതുപോലെ തന്നെ ദി എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ്, പിന്നെ ഓരോ കൺട്രിയുടെ അതിലൂടെ, പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാതും സെയിം ആണ്. ആൻഡ് നമ്മളെല്ലാവരും നമ്മൾ ഇങ്ങനെ ഡിഫറെന്റ് ആണ്, അങ്ങനെ ഡിഫറെന്റ് ആണ്, നമ്മൾ എപ്പോഴും ഫൈറ്റ് ചെയ്യുമല്ലോ. വി ആർ ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് ദിസ് സുപ്പീരിയോറിറ്റി ഓവർ ഈച്ച് അതർ. അപ്പൊ അതൊന്നും ശരിക്കും പറഞ്ഞാല് പോയിന്റ്ലെസ് ആണ് എന്നുള്ള ടൈപ്പ് ഓഫ് കാര്യം പ്രൂവ് ചെയ്യാണ്. നമ്മുടെ ഡിഫറെന്റ് കൾച്ചറിന് എക്സ്പോസ്ഡ് ആവാൻ, ലാംഗ്വേജിൽ എക്സ്പോസ്ഡ് ആവാൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ ഉപകാരപ്പെടും. സോ എക്സ്പോഷർ ആസ് വെൽ ആസ് എക്സ്പോഷർ, പിന്നെ അതുപോലെ തന്നെ എന്റെ ഡിസയർ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു ഡിസയർ ആണ് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഈ ലാംഗ്വേജസ് പഠിക്കണം എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിസയർ എനിക്ക് ഉണ്ടായത്. ആൻഡ് ഐ തിങ്ക് നമ്മുടെ വേൾഡിന് ബിഗർ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഒരു ചെറിയ റിക്വസ്റ്റ് പറഞ്ഞോട്ടെ ഫാത്തിമ. എനർജൈസേഴ്സ് ഹബിനെ പറ്റി, കൂട്ടായ്മയെ പറ്റി ഒരു വിദേശ ഫോറിൻ ലാംഗ്വേജിൽ, ഇംഗ്ലീഷ് അല്ല, ഒരു ഫോറിൻ ലാംഗ്വേജിൽ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ സന്തോഷകരായിരിക്കും. Okay. I will say it in Persian then. ഞാൻ Persian ആണ് one of the most fluent languages. അപ്പൊ എന്തായാലും പറയാം. سلام، امیدوارم که همه شما خوب هستید، خوش هستید و شاد هستید. اینجا در انرجایزرز هب الان من خوشحال میکنم اینجا. لطفاً اومدید و خوشحال باشید. Which means I was just saying that നമ്മളിപ്പോ energizers clubനെ കുറിച്ച് പറയുന്നത്, hi everybody, I hope that you guys would be energized. പിന്നെ അതുപോലെ തന്നെ energizers hub എന്നുള്ളൊരു great ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. And I would have ഇത് great ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതിൽ നിങ്ങൾ എല്ലാവരും വെൽക്കം ആണ്. So that you would be able to find your inner peace. അതാണ് ഞാനിപ്പോ പേർഷ്യനിൽ പറഞ്ഞത്. More power to you. More power to you. Thank you. More power to you. ഒരു റിക്വസ്റ്റ് കൂടി, എന്നത് എല്ലാ ഭാഷകളും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അതൊന്ന് റെക്കോർഡ് ചെയ്യാമായിരുന്നു. എങ്ങനെയാണ് എന്ന പദം ഈ എല്ലാ ഭാഷകളിലും ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. Okay, let's do that. Okay, so more power to you. Okay, first പറയണമെന്ന് വെച്ചാൽ I would start with Persian. So Shad Bashid, that's one. And then the next one that I would like to talk about is Mutlu Ol, that's in Turkish. And then afterwards I would like to talk about, so how many languages would you like? Either languages, I guess for now I think I'll do 2 languages for now. Okay, so first
Okay, so first I'll do Shad Bashid, which is in Persian. Then afterwards, Mutlu All, which is in Turkish. And then we have More Power to You All in English. Then afterwards, so now I have actually decided to do it in 3 languages. And now for the French one, okay, hold on a second. So I decided, okay, let's do it again. Wait a minute. Okay, so I will do 3 languages. So first of all, let's have Shad Bashid, which is in Persian, Mutlu Ol, which is in Turkish. Then in French, let's do the next one, which is Je suis très heureux. Okay, that's another one that I would like to talk about in French. And afterwards, I think these are, or should I just talk about it in all the 14 languages? Okay, now let's do Zulu, which is Gia Gutanda. That's another one. And then the next one that I would like to talk about in Amharic, with Deshallo, that's next one. And then the next one that I would like to talk about is, okay, so I think how many languages have I spoken in at the moment? I think I have spoken a few more, okay, so. Okay, thank you. That's enough. പെട്ടെന്ന് പറഞ്ഞ സമയത്ത് it just caused me to think about it, because more power to all different culturally it would have different meanings, so I was trying to dissect all the meanings, so that's what happened. Okay, thank you. More power to you. ഭാഷയിൽ തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. ഒരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചതാണ് അദ്ദേഹം. അപ്പം ഇത്രയും ലാംഗ്വേജിൽ അൻഷി പറഞ്ഞു തരുന്ന വലിയ സംഭവമായിട്ടാണ് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്, കാണുന്നത്. താങ്ക് യു വെരി മച്ച്. മോർ പവർ ടു യു. ഖദീജ മാം, പ്രീതകുമാർ ഒക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഖദീജ മാം. ഹലോ, അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഫാത്തിമാൻഷി, നമ്മളൊക്കെ നാട്ടുകാരാണ്. ഞാൻ പെരിന്തൽമണ്ണ പൂന്താനം. ഓ ഹായ്. പിന്നെ ഫാത്തിമാൻഷിനെ കേട്ട് ഞങ്ങളൊക്കെ വളരെ അത്ഭുതപ്പെടുകയാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു എത്തിക്കട്ടെ. പിന്നെ എനിക്കൊന്ന് പാട്ട് 4 വരി പാടി, എങ്കിലും മറ്റൊരു ഭാഷയിൽ കേൾക്കാൻ വളരെ താല്പര്യം. ഇഷ്ടപ്പെട്ട ഒരു ഭാഷയിൽ ഞങ്ങൾക്ക് 4 വരി കൂടെ പാടിത്തരും. ഓക്കെ, സോ ഞാൻ കുറച്ച് ഏത് ലാംഗ്വേജസിലായിരിക്കും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുക? ഷുഡ് ഐ, എനിക്ക് ചോയ്സ് ഉണ്ടോ? ഞാൻ കുറച്ച് ലാംഗ്വേജസ് പറയാം ആൻഡ് യു ഗൈസ് കെൻ ചോയ്സ്. അപ്പോ ഇംഗ്ലീഷിലായിരിക്കോ, അതോ ഫ്രഞ്ചിലാണോ, അതോ റഷ്യനിലായിരിക്കോ? ഏതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുക? ഓർ തുർക്കിഷ് ആണോ? ഏത് ലാംഗ്വേജ് ആയിരിക്കും? ഞങ്ങൾക്ക് അറിയാത്ത ഭാഷ. ഞങ്ങൾക്ക് ഇംഗ്ലീഷോ ഹിന്ദിയൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. ഫ്രഞ്ചോ തുർക്കിയോ ഭാഷയില്. Any language. Okay, so കുറെ ആൾക്കാർ പറഞ്ഞു തുർക്കിഷ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ റഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഈ ലാംഗ്വേജസിലൊക്കെ എനിക്ക് അറിയാം. സോ ഫോർ നൗ ഐ വുഡ് ഗോ വിത്ത് റഷ്യൻ. സോ ലെറ്റ്സ് ഗോ. Просветали яблони круши, поплыли туманы над рекой. Просветали яблони круши, поплыли туманы над рекой. Мы полетели на высокий берег, на крутой. Выходила на берег Катюша, на высокий берег, на крутой. Выходила, без нее заводила, про степного сизого орла. Выходила, без нее заводила, про степного сизого орла. Про того, которого любила, про того, что бесно берегла, про того, что бесно берегла. Thank you. More and more. Thank you, ma'am. More power to you. Love you. പ്രീതകുമാർ സാർ, ആദ്യമായിട്ടാണ് റഷ്യൻ പാട്ട്. പ്രീതകുമാർ സാറ് ഓഫീസിൽ പോകാൻ ടൈം ആയിട്ടുണ്ട്. പ്ലീസ് സാർ.
പത്മ, ഗുഡ് മോർണിംഗ്. Hi. ഞങ്ങളുടെ എനർജൈസ് ഹബിന്റെ ഈ ആഘോഷ രാവ് ഇത്ര ധന്യമാക്കിയതിന് വളരെയധികം നന്ദി. Thank you. സംസാരിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പ് മലാല യൂസഫ് സായിയുടെ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതേ പവറിലാണ് ഫാത്തിമ സംസാരിക്കുന്നത്. Thank you. മലാലയുടെ അതേ ടോണ്, അതേ വാക്ചാതുര്യം, അതേ വാക്കുകളുടെ പ്രവാഹം ഒക്കെ ഫാത്തിമയുടെ വാക്കുകളിൽ എനിക്ക് കേൾക്കാൻ കഴിയുന്നു. Thank you. ഫസ്റ്റ് ഓഫ് ഓൾ അടുത്തത് ഫാത്തിമ സംഗീതം പഠിച്ചിട്ടുണ്ടോ? Yes, സംഗീതം അതെ, സംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നു. കർണാട്ടിക് ആയിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ 5 years old ആയിരുന്നു. എങ്ങനെയാണ് ഇത്രയും ഭംഗിയായി സ്വരശുദ്ധിയോടുകൂടെ? എന്റെ ചോദ്യം, ഫാത്തിമയോട് ഇത് പറ്റില്ല എന്ന് താങ്കളോട് പറയുന്ന സമയത്താണ് യഥാർത്ഥ ഫാത്തിമ ഉയർത്തെഴുന്നേരു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടെയൊക്കെയോ ഫാത്തിമയോട് പറയുന്നുണ്ട്, നിനക്കിത് പറ്റില്ല എന്ന് മാറ്റി നിർത്തിയ സമയത്താണ് യഥാർത്ഥ ഫാത്തിമ റൈസ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നും ജീവിതത്തിൽ അത്തരം പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ? എന്താണ് ന്യൂ ജനറേഷന് കൊടുക്കാനുള്ള ഫാത്തിമ? Okay, I think സമയത്ത് ഇന്റർനെറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ബട്ട് ഐ തിങ്ക് ഐ അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ. എന്തായാലും യെസ്, ആ റിബലാണ് എന്നെ ആക്ച്വലി എന്നെ ഞാനാക്കിയത് ആ ഒരു റിബലിയസ് നേച്ചറാണ് സൊസൈറ്റി ഒപ്പോസ് ചെയ്യുന്ന സമയത്ത്. ബട്ട് ഓണസ്റ്റ്ലി ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിസന്ധികൾ ഇപ്പോഴും ഞാൻ നേരിട്ടിട്ടുണ്ട്. ഏബിളിസം ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ അക്കാഡമിക്കലി ആവട്ടെ, പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റിലി ആവട്ടെ, ഇപ്പോഴും ഓൾദോ പീപ്പിൾ റെക്കഗ്നൈസ് മീ, ഇപ്പോഴും ഞാൻ നേരിടുന്നുണ്ട്. അതിനെ ഞാൻ ഓവർകം ചെയ്യുന്ന വെച്ചാൽ ഐ സ്റ്റിൽ ഹാവ് ദാറ്റ് റിബലിയസ് നേച്ചർ ഇൻ മീ. അപ്പൊ ആ റിബലിയസ് നേച്ചർ ഹെൽപ്സ് മീ ഓവർകം ഇറ്റ്. പിന്നെ മറ്റുള്ള യങ് ജനറേഷനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, കുറെ ആൾക്കാർ നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി നമ്മുടെ യങ് ജനറേഷനെ കുറിച്ച് കുറെ ക്രിറ്റിസിസംസ് ആർ ബീങ് ലെവൽഡ് അഗേൻസ്റ്റ്. അപ്പൊ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, മറ്റുള്ള അതേ ജനറേഷൻസിന്റെ അതേ ജേർണി ആയിരിക്കില്ല നമുക്ക് ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ബി ഹൂ യു ആർ ആൻഡ് ബി യുണീക് ആൻഡ് കുറച്ചൊക്കെ റിബലിയസ് ആയി വിചാരിച്ചുകൊണ്ട് നത്തിങ്സ് ഗോണ ഹാപ്പൻ. സോ ബി എ ബിറ്റ് റിബലിയസ് ടു. ഓക്കെ, താങ്ക് യു. മോർ പവർ ടു യു. പ്രസിഡത്തിന് ഒറ്റ സംശയം, ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അതെങ്ങനെയാണ് സ്വായത്തമാക്കാൻ സാധിച്ചത് എന്ന് ചെറിയൊരു അനുഭവം പറയാൻ പറ്റുമോ? ഓക്കെ, സോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ട്രൈ ചെയ്യാൻ എനിക്ക് നാച്ചുറലി ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മ്യൂസിക്കുമായിട്ട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ടോയ് പിയാനോ എന്റെ പാരന്റ്സ് എനിക്ക് കിട്ടിയ സമയത്തായിരുന്നു. അങ്ങനെയാണ് ഇൻസ്ട്രുമെന്റിൽ എന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്, പിയാനോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. പിന്നെ ഞാനൊരു 5-6 years old ആയപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. സ്കൂളിൽ എനിക്കൊരു മ്യൂസിക് ടീച്ചർ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തു പിയാനോ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഒരു സ്വന്തമായിട്ടുള്ള എക്സ്പ്ലോറേഷനും പിന്നെ പ്രൊഫഷണൽ ഹെൽപ്പും കൂടി കൂടിയിട്ടാണ് എനിക്ക് എന്റെ ഇൻസ്ട്രുമെന്റ് എനിക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റിയത്. ആൻഡ് ഇപ്പോ ഞാൻ കീബോർഡിൽ ഇപ്പൊ കീബോർഡിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് കീബോർഡിന് പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഐ ഹാവ് ഗ്രോൺ കോൺഫിഡന്റ് ഇൻ ദാറ്റ് റിഗാർഡ്. താങ്ക് യു. പ്ലീസ് ഗ്രാൻഡ് മാസ്റ്റർ റാഷിദ് സാർ. ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്? ഞാൻ കീബോർഡ് ആണ് ആക്ച്വലി പ്ലേ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് വൺ ഓഫ് മൈ പ്രൈമറി ഇൻസ്ട്രുമെന്റ്സ്. പിന്നെ അതുപോലെ തന്നെ ഐ പ്ലേ ദ മെലോഡിക്ക. ഈ 2 ഇൻസ്ട്രുമെന്റ്സ് ആണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. നമ്മുടെ ചെയർമാൻ സൈനുദ്ദീൻ സാർ പ്ലീസ്. അതിനുശേഷം ഗ്രാൻഡ് മാസ്റ്റർ ഒന്ന് ഹാൻഡിൽ ചെയ്യണം. താങ്ക് യു സാർ. മക്കൾ സാർ, ഫാത്തിമ അൻഷി, വളരെ സന്തോഷമുണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് അതിഥിയായി കിട്ടിയതിൽ. തീർച്ചയായിട്ടും വളരെ പ്രചോദകമായ വാക്കുകൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, മാക്കുൽ സർ, സീനത്ത് മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സീനത്ത് മാം പ്ലീസ്. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ആ റിബൽ മൈൻഡോട് കൂടി തന്നെ കീഴടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോ ഒരു തിരിച്ചറിവ് പറയുകയാണെങ്കിൽ, പിന്നെ എല്ലാവർക്കുമുള്ള വിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു 10% ആയിട്ട് കണക്കാക്കുകയും
ഇൻവിസിബിൾ ആയിട്ടുള്ളത് ഒരു 90% ആണ് എന്ന് എനിക്ക് സ്വയം തിരിച്ചറിയാണ്. അപ്പൊ ആ 90%-ലാണ് ഇപ്പോ പിന്നെ ഫാത്തിമ അൻഷി വിജയിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഉള്ളവർക്ക് 10% ചുരുങ്ങുകയും നിങ്ങൾ 90%-ലേക്ക് ഉയരുകയും ചെയ്തതായിട്ടൊരു അനുഭവമായിട്ട് എനിക്ക് ഈ സംസാരം തോന്നുകയാണ്. പക്ഷെ നമ്മുടെ ഈ എനർജൈസ് ഹബ്ബ് ശരിക്കും റാഷിദ് സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ ആ 90% ആളുകൾക്ക് കുറേശ്ശെ കിട്ടാനുള്ള ഒരു വഴി കൂടിയാണ് നമ്മൾ ഇതിലൂടെ തുറക്കുന്നത്. അത് നിങ്ങൾ നേരത്തെ അച്ചീവ് ചെയ്ത ആളുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഗൈഡൻസ് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സുപ്രഭാതത്തിന് ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവിധ ഭാവുകങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. More power to you, Chairman. More power to you, Fatima ma'am. Mic overing to Grandmaster, please. ഓക്കെ, പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾ എനർജൈസസ് ഹബ്ബ് ഡെയിലി നടത്തുന്ന മോർണിംഗ് സെഷൻ, അതേപോലെ തന്നെ ലൈഫ് സർക്കിൾ, അങ്ങനെയുള്ള പല പ്രോസസ്സുകളിലൂടെയും ആളുകളുടെ ആ ഒരു മൈൻഡ് പവർ വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു. അതിലൊക്കെ പുതുതായിട്ട് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന് ചേർന്ന ആളുകൾക്ക് സ്വാഗതം പറയുകയാണ്. തുടർന്നും എനർജൈസസ് ഹബ്ബുമായിട്ട് നിങ്ങൾ സഹകരിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മാക്കുൽ സർ, എനി ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ള സീനത്ത് മാം, അഷ്റഫ് മൈലാഞ്ചി ഒക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സീനത്ത് മാം സംസാരിച്ചോളൂ. ഹലോ, ഞാൻ ഇന്നലെയും ഇന്നും പ്രോഗ്രാമിൽ ഭയങ്കര തിരക്കാണ്. പക്ഷെ എങ്കിലും ഫാത്തിമാൻഷിയോട് ഒന്നും ഇണ്ടാതിരിക്കാൻ വയ്യ. അത്രയും കഴിവും ഇതൊക്കും നിങ്ങളെപ്പോലെ ഒരു ഗസ്റ്റിനെ ഞങ്ങൾക്ക് കിട്ടിയതിൽ ഞങ്ങൾ ഈ സന്തോഷം എവിടെ കൊണ്ടേ വെക്കുന്ന ആലോചിക്കുകയാണ്. എന്തായാലും വളരെ ഉയരങ്ങളിൽ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഫാത്തിമാൻഷി സോ മച്ച്. നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എല്ലാ എന്ത് ഡ്രീംസ് ഉണ്ടെങ്കിലും അത് എന്തായാലും സഫലമാവട്ടെ. അസ്സലാമലൈക്കും, ഗുഡ് മോർണിംഗ്. ഫാത്തിമ അൻഷി, നിങ്ങളുടെ സംസാരം കേട്ടു. വളരെ ഭംഗിയായിട്ട് അത് ഭാഷകളൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ എന്തൊരു ഇൻസ്പിറേഷൻ ആണെന്ന് ഉള്ളിൽ തട്ടിയത്. സന്തോഷം കൊണ്ട് ഇതായി. നമ്മൾ ഈ ഫ്ലോറിൽ നിങ്ങളിപ്പോഴുള്ള ആള് വന്നപ്പോ എന്തൊരു ഒരു എനർജിയാണ് വന്നതെന്ന് അറിയോ. ഇന്ന് വന്ന എല്ലാവർക്കും നിങ്ങളുടെ ആ സംസാരവും നിങ്ങളുടെ ആ ഒരു വന്ന വഴി ഓർമ്മിച്ചുകൊണ്ടുള്ള ഇതൊക്കെ കേട്ടപ്പോഴേ ശരിക്കും നല്ലൊരു ഊർജ്ജമാണ് ഉണ്ടായത്. ഞങ്ങൾ ഫ്ലോറിൽ വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. മോർ പവർ ടു യു. താങ്ക് യു. റംല മാം അതുപോലെ ബിന്ദു മാം ഒക്കെ സംസാരിക്കാനുണ്ട്. അതിനുശേഷം അനീഫ് സാറ് ക്ലോസിംഗ് റിമാർക്സ് നടത്തും. അതിനു മുമ്പ് ആരാണ് സാർ? ഓക്കെ, പ്ലീസ്. ഞാനാണോ സാർ? അതെ, സംസാരിച്ചോളൂ. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൻഷിമോൾ, ഞാൻ ഫറൂഖുളയിൽ നിന്ന് സെക്കീനയാണ്. എൻ്റെ നാത്തൂന്റെ അനിയത്തിന്റെ മോളാണ് അൻഷി, ഷബുവിന്റെ. പിന്നെ മനസ്സിലായില്ലേ? അപ്പം അൻഷിമോൾ എന്ന് വെച്ചാല് വലിയൊരു മഹാന്മാരുടെ കുടുംബത്തിലാണ് ജനിച്ചത്. അവളെ ഗ്രാൻഡ് ഫാദർ ഖുർആനൊക്കെ എഴുതിയ വലിയ ആളാണ്. ഗ്രാൻഡ് ഫാദർ അതുപോലെ തന്നെ ഖുർആൻ പരിഭാഷയും ഇതൊക്കെ എഴുതിയ ആളാണ്. അവിടെ അമ്മായി ജമിയ ടീച്ചർ വലിയ പ്രാസംഗികയാണ്. അപ്പൊ അൻഷിമോൾ ജനിച്ചപ്പം തന്നെ എല്ലാവരും കരഞ്ഞു. കാരണം ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ള ഒരു കുട്ടിയാണ്. പിന്നെ അവർക്ക് അപ്പൊ ആദ്യമായിട്ടുണ്ടായ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം കണ്ടപ്പം വലിയ വിഷമം ഉണ്ടാവുമല്ലോ. ഉപ്പാപ്പയും ഉമ്മാമയൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അന്ന് ഭയങ്കര വേദനയായി പോയല്ലോ. അവർക്ക് ആകെയുള്ള കുട്ടിയാണ്, ആണും പെണ്ണുമായിട്ട്. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ. മോളെന്താ പറയുന്ന ആഗ്രഹമൊക്കെ അവർ സാധിപ്പിച്ചു കൊടുക്കും. എവിടെ പോകണം, പഠിക്കാൻ, അത് പഠിക്കണം, ഇത് പഠിക്കണം, പലതും പഠിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പൊ അതൊക്കെ അതിനു വേണ്ടിയായിട്ടാണ് ഒഴിഞ്ഞു വെച്ചതാണ് അവരെ പാരൻസ്. അപ്പം വളരെ സന്തോഷം. അൻഷിന്റെ നേരിട്ട് ഇപ്പൊ ഇന്നാ കേട്ടത്. അപ്പൊ ഭയങ്കര സന്തോഷമായി പോയി. പിന്നെ ഞാൻ പെരുന്നാളിന്റെ അന്ന് പള്ളിയിൽ നിന്ന് വീണിട്ട് കാലിനൊരു ഫ്രാക്ചർ പറ്റി.
അപ്പം കാലിന്റെ വിരലിന് അപ്പൊ കിടക്കുകയാണ്. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ വളരെ സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ, വളരെ ഹാപ്പി. എന്നാ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഹാപ്പി ആയി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ റിക്കവേർഡ് ആവട്ടെ എന്ന് ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഒന്നുകൂടി നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. വളരെ ഹാപ്പി. ഓക്കെ, ഞങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നു. അടുത്തായിട്ട് ജലീൽ സാർ. അൻഷുമോളെ, ഞാൻ യുദ്ധഭൂമിയിൽ നിന്ന് വളരെ പ്രയാസത്തോടുകൂടി ഇവിടെ എത്തി, ശാന്തമായ ഭൂമിയിൽ എത്തിയിരിക്കുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴും ഒക്കെ ചിന്തിച്ചത് അതാണ്, നിങ്ങളെ ഇത്രമാത്രം സഹായിക്കാനുള്ള അവരുടെ കഴിവിനെ കൂടി ഞാൻ പിന്നെ നോക്കുകയായിരുന്നു. അപ്പൊ നിങ്ങളെ പേരൻസ് മാത്രമാണോ ഹെൽപ്പ് ചെയ്ത് ഇത്രമാത്രം? പാരന്റ്സ് മാത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് എനിക്ക് അധ്യാപകരുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ മോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ സർവശക്തനായ അള്ളാഹു ആണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. അതെ, അതാണ് ആ വിശ്വാസവും സമാധാനവും നിലനിർത്തട്ടെ നന്നായിട്ട്. ഓക്കെ, സന്തോഷം. എല്ലാവിധ ആശംസകൾ. എന്റെ മകനെ ഞാൻ സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട്, ആളൊക്കെ സംഗീതത്തിന്റെ ആളുകളാണ്. ഓക്കെ, കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉണ്ടസഖി ഒരു കുല മുന്തിരി എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? അതന്നെ ഞങ്ങളെ ഫാമിലി സോങ് ആണ്. ജ്യേഷ്ഠനാണ് എഴുതിയത്, പാടിയതും ജ്യേഷ്ഠനാണ്. ഓക്കെ, ഏതായാലും ഒരു കവി കുടുംബാണ്. പാട്ടൊക്കെ കേട്ട് നന്നായി, വളരെ സന്തോഷം. ഉമ്മു ഷബീബ മാം അഡ്രൈസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, എല്ലാവരും ആശംസകളും. ഏതോ സംഗീതം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെ വരികൾക്ക്? യെസ്, ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സംഗീതം കൊടുത്തിട്ടുണ്ട്. ഐ മീൻ കുറെ ചെറിയ സോങ്സിന് സംഗീതം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലൈക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് മെമ്മറബിൾ ആയിട്ട് തോന്നുന്നത് ഒരു സോങ് ആയിരുന്നു, ഒരു സംഗീതം കൊടുത്തത്. ഞാൻ OM കരുവാരക്കുണ്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വരികൾക്ക് ഞാൻ സംഗീതം ചെയ്ത ഒരു സോങ് ഉണ്ടായിരുന്നു. ഉപ്പച്ചിയെ കുറിച്ചിട്ടുണ്ടായിരുന്നു ആ സോങ്. ആൻഡ് ഇപ്പൊ ടൈം ആക്ച്വലി റൺ ഔട്ട് ചെയ്യുന്നു തോന്നുന്നു. എനിക്ക് ആ സോങ് പാടുന്ന ആഗ്രഹമുണ്ട്, ബട്ട് ഐ ഫീൽ ലൈക്ക് നമ്മുടെ ടൈം ഇപ്പൊ ഭയങ്കരമായിട്ട് റൺ ഔട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. റൈറ്റ്? അത് കുഴപ്പമില്ല, പാടാം. കരനിറയെ പിരിശം തന്നതാരോ, കണ്ണീരിൻ നനവിൽ മുത്തുവതാരോ. കരനിറയെ പിരിശം തന്നതാരോ, കണ്ണീരിൻ നനവിൽ മുത്തുവതാരോ. നെഞ്ചെരിയും നേരം പോലും പുഞ്ചിരിയോടരികെ നിർത്തി, നെഞ്ചെരിയും നേരം പോലും പുഞ്ചിരിയോടരികെ നിർത്തി, കൊഞ്ചിച്ച് സാന്ത്വനമേകും എന്റെയുപ്പ, കൊഞ്ചിച്ച് സാന്ത്വനമേകും എന്റെയുപ്പ. കരനിറയെ പിരിശം തന്നതാരോ, കണ്ണീരിൻ നനവിൽ മുത്തുവതാരോ. ഞാൻ ആക്ച്വലി കുട്ടിപ്പാട്ടുപാല റിയാലിറ്റി ഷോയിൽ ആക്ച്വലി അത് സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൻഷി, ഇത് സെയ്ദ് സാഹിബിനെ കുറിച്ചാണോ, വല്യപ്പനെ ഉമ്മന്റെ ഒപ്പനെ കുറിച്ചാണോ പാടിയത്? ഐ മീൻ ഇത് ആക്ച്വലി ഫാദർ ഫിഗർ ആയിട്ടുള്ള ആരെ കുറിച്ചുമാണ് ഈ സോങ് ആക്ച്വലി ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എന്റെ ഉമ്മച്ചിന്റെ ഉപ്പാനെയും ഫാദർ ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ എന്റെ ഉപ്പച്ചി ഒരു ഫാദർ ഫിഗർ ആണ്. ആൻഡ് എന്റെ ജീവിതത്തിൽ കുറെ ആൾക്കാരുണ്ട് ഒരു ഫാദർ ഫിഗർ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സോങ് ആണ് ഇത്. ഓക്കെ, അൻഷിയെ കുറിച്ച് അത്ര ചെറുപ്പത്തിലെ വല്യപ്പ അങ്ങനെ പറയുന്നത് കേൾക്കായിരുന്നു. ആ പ്രതിഭയാണെന്നുള്ളത് എന്റെ ലൈക്ക് ഞാൻ ഉപ്പാന്നാണ് ആക്ച്വലി വിളിക്കല്. എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു അദ്ദേഹം. എന്റെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഓരോ പാത്ത് ഞാൻ ഫോളോ ചെയ്യുന്ന സമയത്ത് ഐ റിമെമ്പർ ഹിം. ബിക്കോസ് ഏറ്റവും കൂടുതൽ എന്റെ ലാംഗ്വേജസ് പഠിക്കാനാവട്ടെ, മ്യൂസിക്കിന്റെ കാര്യത്തിലാവട്ടെ, പിന്നെ എന്റെ ഇന്നർ സെൽഫിനെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് അദ്ദേഹമായിരുന്നു. when he was alive. അദ്ദേഹം നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനും പണ്ഡിതനും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് പെട്ടെന്നായി പോയി. ഒരു
ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഗ്രീവ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ലോസ്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട് സോ ദാറ്റ് അദ്ദേഹത്തിന് ഹയസ്റ്റ് ലെവൽസ് ഓഫ് ജന്ന അള്ളാഹു സർവശക്തനായ അള്ളാഹു താല തരും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട്. ഈവൻ ഫാമിലി നെയിം എന്തായിരുന്നു? ഫാമിലി നെയിം എനിക്ക് ഓക്കെ, സോ എന്റെ ഫാമിലി നെയിം തൊടുകുഴി കുന്നമ്മലാണ്. പക്ഷേ അവരുടെ നിങ്ങൾ മഖ്ദൂം ഫാമിലി അങ്ങനത്തെ ആണോ? Not really. ഓക്കെ ഓക്കെ. എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേര് സെയ്ദ്. Yeah. ജമീല എന്താ എടവണ്ണപ്പാറ അല്ലെ, അവരുടെ സിസ്റ്ററാണ്. ജമീല ടീച്ചറുടെ സിസ്റ്ററാണ്, അവരുടെ സിസ്റ്ററാണ്. സെയ്ദ് സാഹിബിന്റെ സിസ്റ്ററാണ് ജമീല ടീച്ചർ. അതെ അതെ. ഓക്കെ താങ്ക് യു. മോർ പവർ ടു യു. അടുത്ത റംല മാം പ്ലീസ്. ഹലോ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. ഫാത്തിമ അൻഷി, thank you so much for sending your valuable time and energy to inspire our positive community. The energy is up. Thank you so much. It was a pleasure for me to spend time with you guys as well and express my thoughts. Thank you so much. തന്റെ പരിമിതികളെല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതൊരു ചാലഞ്ചായി എടുത്ത് അതെങ്ങനെ അതിൽ വിജയം നേടിയത് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പൊ നമ്മളുടെ ഇതിൽ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ മാമിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ഒരുപാട് പരിമിതികൾ, അതിലൊക്കെ പറഞ്ഞ ശ്രേഷ്ഠ ബാലിക പുരസ്കാരം എല്ലാം കിട്ടി നല്ല രീതിയിൽ നമ്മളെ ചുറ്റുപാട് മുറി അറിയപ്പെടുന്ന ഒരു ഗായിക കൂടിയാണ് ഫാത്തിമ അൻഷി. ഭാഷ കൈകാര്യം ചെയ്യുന്നത്, മ്യൂസിക്, അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് അത് ഇത്രയും ഉയർത്തിപ്പിടിച്ച് അതിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വളരെ സന്തോഷം തോന്നും. അതല്ല, ഐ ഫീൽ യു ആർ സോ ഗ്രൗണ്ടഡ്. ഇത് പറയുമ്പോഴും ദാറ്റ് ഈസ് നോബഡി ഈസ് പെർഫെക്റ്റ്. ഹ്യൂമൻ കാൻ ഡു ദാറ്റ്. ചൂസ് വേൾഡ്ലി സക്സസ് ആൻഡ് മേക്ക് ടു പെർഫെക്റ്റ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് നമുക്ക് നല്ല മെസ്സേജ് ആണ് കൊടുക്കുന്നത്. പിന്നെ we have to be content and enjoy what we have. Exactly. That's true. This is really very inspiring. These are the words of wisdom. ശരിക്കും പറഞ്ഞാൽ this is the words of wisdom that everybody needs. Yes. Very right. Yeah. And disability അതൊരു ചാലഞ്ചായി മാറ്റി നമ്മുടെ കറേജും ഹാർഡ് വർക്കും ഉപയോഗിച്ച് എങ്ങനെ പുറത്ത് വരാമെന്ന് നമുക്ക് എല്ലാവർക്കും ഇവിടെ ലൈവായിട്ട് വന്ന് പറഞ്ഞു തന്നിരിക്കുകയാണ്, കാണിച്ചു തന്നിരിക്കുകയാണ്. Thank you so much. പിന്നെ സ്വന്തമായി you have to face a lot of issues that you have no problem to say that also. It is also so grounded. Usually people never remember the past where they are coming from when they reach a position. So really you are so grounded. I mean, our roots, whatever it is, our past and our future, that's what shapes our, like our past shapes our present as well as our future. One way or another. That is what I say, grounded. So I really wish you to become your wish to reach your goal to become an IFS officer and serve the society more better than this. And all the people, I'm so happy and we are so blessed to have as a guest here. It's a pleasure for me to speak with people who are as wise as you are. So it's an honor for me too. It's a win-win situation for the both of us and everyone who's present here. ഓക്കെ, ഫാത്തിമ അൻഷി, ഒരു നിങ്ങളുടെ ലൈഫ് ജേർണിനെ കുറിച്ച് ഒരു എഴുത്ത് നല്ലതായിരിക്കും. ഒരു ഗ്രന്ഥരചന എപ്പോഴേ തുടങ്ങിക്കോളും. താങ്ക് യു. ഞാൻ ആക്ച്വലി ഒരു ബുക്ക് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ബുക്കല്ല, പക്ഷെ ഒരു ബുക്കിൽ എൻ്റെ ഒരു റൈറ്റിംഗ് ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അൽഫോൺസ് കണ്ണദാനം സാർ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വിന്നിംഗ് ഫോർമുല എന്നുള്ളത്. അതിൽ അദ്ദേഹത്തിൻ്റെതും പിന്നെ പോലെ തന്നെ കുറച്ച് കുറച്ച് ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്ട്രഗിൾസിനെ കടന്നുപോയി സക്സസ് അച്ചീവ് ചെയ്യുന്ന കുറെ ആൾക്കാരുടെ സ്റ്റോറീസ് ഉണ്ടായിരുന്നു. അതിൽ എന്റെ സ്റ്റോറി എന്നോട് റൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്റെ സ്റ്റോറി വാസ് ഫീച്ചർഡ് ഇൻ ഇറ്റ് ആൻഡ് ഐ വാസ് ദ വൺ ഹു റോട്ട് ഇറ്റ്. സോ ഐ ആം എ co-writer of it. Oh, very good. Continue your writing. Of course, എനിക്ക് സ്വന്തമായിട്ട് ഇനി കുറെ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാനുണ്ട്. ആൻഡ് in the near future, stay tuned. Oh, very good. Okay, thank you. ഞങ്ങൾക്കും ഒരു റൈറ്റപ്പ് വേണം, അത് റാഫി സാർ പറയും. ഓക്കെ, എനിവേ ജുമി മാം ആണോ അടുത്തത്?
രണ്ട് പേരും കൂടെയാണ് സാറേ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത്. ഷബീബ മാം, ഖദീജ KM. അതിനുശേഷം നമുക്ക് ക്ലോസിംഗ് റിമാർക്സിലോട്ട് പോകാം. വസ്തുതത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്ന് ഫാത്തിമ അതേ കാര്യം തന്നെയാണ് നമ്മൾ NHSS ഓരോ ദിവസം മുടങ്ങാതെ 7 മണിക്ക് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതും മാനസികമായി അവരുടെ ജീവിതത്തിലേക്ക് ഏത് രീതിയിൽ കൊണ്ടുവരണം എന്നതിന് വളരെ നല്ല രീതിയിൽ റാഷിദ് സാർ ആൻഡ് ടീം, പേര് പറയാൻ കുറെ പേരുണ്ട്, അതുകൊണ്ട് സമയം പോകും ഞാൻ പറയുന്നില്ല, കൺസിസ്റ്റന്റ് ആയി ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് പറയാൻ വളരെ സന്തോഷമുണ്ട്. Thank you so much. ഓക്കെ, താങ്ക് യു സോ മച്ച്. Mic handing over to Rashid sir, please. ഷബീബ മാം സംസാരിച്ചു. Assalamu alaikum. Good morning all. Fatima Anshi, very happy to see and hear you like everyone. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ IFS ചെയ്യണമെന്നുള്ള ഒരു ഇത് ആണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ടേണിംഗ് പോയിന്റിലാണ് മൈ ലൈഫ് മിഷൻ ഇസ് ദിസ് എന്ന് മാം തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസൈറ്റ് ഉണ്ടായത് എപ്പോഴാണ്? അതിന്റെ ഒരു Sorry, continue. You may continue with your question, but I'm sorry for ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ തോന്നിയതാണ്. അതായത് ഈ ഇന്റർനാഷണൽ റിലേഷൻസിലെ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണല്ലോ. അപ്പൊ മാം ഇത്ര ചെറുപ്പത്തിലെ അത് തിരിച്ചറിയുകയും അതിലേക്ക് എത്തുകയും ചെയ്തു. അപ്പൊ അത് എനിക്ക് ഭയങ്കര അമേസിംഗ് ആയി തോന്നി. ഈ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ എവിടെയോ എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു തോന്നലുണ്ടായിരുന്നു. പിന്നീട് സംസാരത്തിൽ മാം IFS എന്ന് പറയും കൂടി ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ടായി അതും കൂടെ കേട്ടപ്പോൾ. എവിടെയോ നമുക്ക് തോന്നിയ ഒരു കാര്യം അതാണ് അതിലേക്ക് എത്തി എന്നൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഏത് ടേണിംഗ് പോയിന്റിൽ നിന്നാണ് അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടായതെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ? Okay, it all started ഞാനൊരു 8 or 9 years old ആയപ്പോഴാണ് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഓൺ ഡെയിലി ബേസിസ് അസംബ്ലി ഹോൾഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അസംബ്ലിയിൽ പ്രേയേഴ്സ് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഹെഡ് മാസ്റ്റേഴ്സ് അവരുടെ അല്ലെങ്കിൽ പ്രിൻസിപ്പൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റേഴ്സ് ആക്ച്വലി അവരുടെ സ്പീച്ച് ഡെലിവർ ചെയ്യും എല്ലാ ഡേയിലും, ഒരു ഡെയിലി മോട്ടിവേഷൻ കോട്സ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അതിൽ ഒരു ദിവസം ലൈക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലൈക്ക് നമ്മുടെ ബ്ലൈൻഡ് പീപ്പിൾ എപ്പോഴും ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് പാത്ത് ആയിരിക്കും എപ്പോഴും ചൂസ് ചെയ്യുക. പക്ഷെ ഇതല്ലാതെ നമുക്ക് കുറെ കാര്യങ്ങൾക്ക് ബിയോണ്ട് ആയിട്ട് നമുക്ക് വെഞ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം അദ്ദേഹം സിവിൽ സർവീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ സിവിൽ സർവീസ് നേടി ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ദാറ്റ്സ് വെയർ എന്റെ ഫസ്റ്റ് സ്പാർക്ക് വന്നത്. പിന്നെ ഡേയ്സ് ലേറ്റർ, ഈ പ്രസംഗം കഴിഞ്ഞ് ഡേയ്സ് ലേറ്റർ എന്റെ ഉമ്മച്ചി ഞാനും ഇങ്ങനെ വെറുതെ വി വാസ് ജസ്റ്റ് ഹാവിങ് എ ബോണ്ടിങ് ടൈം. ആ സമയത്ത് ഉമ്മച്ചിന്റെ അടുത്തൊരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. സോ ആ ന്യൂസ് പേപ്പർ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വി സ്റ്റംബിൾഡ് അപ്പോൺ ആൻ ആർട്ടിക്കിൾ. അതിന് നമ്മുടെ ബിനോദ് സെഫൈൻ, അദ്ദേഹം ഒരു IFS ഓഫീസർ ആണല്ലോ. അപ്പൊ ബിനോദ് സെഫൈന്റെ ആർട്ടിക്കിളിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഷീ വാസ് വർക്കിംഗ് ഇൻ പാരീസ് അറ്റ് ദാറ്റ് ടൈം ആൻഡ് അവരുടെ ലൈക്ക് സ്റ്റോറി ആൻഡ് അവരുടെ ജേർണിയെ കുറിച്ച് കേട്ട സമയത്ത്, അവരും ബ്ലൈൻഡ് ആണ്. സോ അവരുടെ ജേർണിയെ കുറിച്ച് കേട്ട സമയത്ത് I was like, if she can do it, why can't I? And IFS എന്ന് പറയുന്ന സമയത്ത് അതൊരു ക്യൂരിയോസിറ്റി ഇവോക്ക് ചെയ്തു. സോ എന്താണ് IFS? ഞാൻ കുറച്ചൊന്ന് അതിനെ കുറിച്ച് ആലോചിക്കാൻ നോക്കി and I looked it up and that's when I found out that foreign relations പിന്നെ അതുപോലെ തന്നെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു പ്രോസസ്സിന്റെ ഭാഗമാവുന്നതാണ് IFS എന്നുള്ള ഒരു ഇത് കേട്ടു. And that evoked curiosity within me and അങ്ങനെയാണ് എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇന്റർനെറ്റ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ലൈക്ക് there are a lot of things that you get to know. എന്തൊക്കെയാണ് എന്റെ റിക്വയർമെന്റ്സ് വേണ്ടി വരിക എന്നൊക്കെ നമുക്ക് we would eventually know about it. പിന്നെ ലാംഗ്വേജസ് ഡിസ്കവർ ചെയ്യുന്ന ഒരു പാഷൻ ആയിരുന്നു. സോ സിൻസ് മൈ ഡിസയർ വാസ് ടു ബിക്കം എ സിവിൽ സർവീസ് ലൈക്ക് ഒരു IFS ഓഫീസർ ആവുന്ന ഡിസയർ ആയതുകൊണ്ട് തന്നെ എന്റെ ലാംഗ്വേജിലെ പാഷൻ ആക്ച്വലി coincidentally they aligned with each other. So I would say destiny was what led me towards this aspiration. Okay, thank you. More power to you. More power to you. ഇനി നമുക്ക് ക്ലോസിംഗ് റിമാർക്സിലോട്ട് പോകാം. ഇത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത അൻഷിയുടെ സമയത്തിനുള്ള നന്ദി നമ്മൾ അറിയിക്കുകയാണ്. ഇനി നമുക്ക് ക്ലോസിംഗ് റിമാർക്സിലോട്ട് പോവാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് ആയിട്ട് അൻഷിക്ക് സാധിക്കട്ടെ എന്ന് NHSS കുടുംബാംഗങ്ങൾ എല്ലാവരും വിഷ്വലൈസ് ചെയ്യുന്നു. മോർ പവർ ടു യു. ക്ലോസിംഗ് റിമാർക്സ് നൽകുന്നത് മുഹമ്മദ് ഹനീഫ് സർ, NHSS വൈസ് ചെയർമാൻ ആണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നമ്മുടെ NHSS ഹബിന്റെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ആരംഭിച്ച ഈ യാത്ര ഓരോ 100 ദിവസങ്ങൾ കഴിയുമ്പോഴും നമ്മൾ ഒരു സ്റ്റേഷനിൽ നിർത്തി ഒരുപാട് പ്രതിഭകളെ കയറ്റിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പോയി.
ഇപ്പോ ഇതാ ഈ 666 ദിനത്തില് ഇന്നലത്തെ സായാഹ്നം ഡോക്ടർ ആതിര സുഗതൻ IAS അവർ വന്നപ്പോൾ ഇന്നലത്തെ സായാഹ്നം വളരെ സുന്ദരമായിരുന്നു. ഇന്നത്തെ പ്രഭാതം അതിസുന്ദരമാക്കി മാറ്റിയ ഫാത്തിമ അൻഷി, ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് താങ്കളോട്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഫ്ലോറിൽ എത്തിയതിന് ഒരുപാട് ആയിരക്കണക്കിന് നന്ദി ഞങ്ങൾ പറയുകയാണ്. എനിക്ക് പിന്നെ ഫാത്തിമ അൻഷി ഈ ഫ്ലോറിൽ വന്നപ്പോൾ എനിക്ക് വ്യക്തിപരമായ ഒരു വൈകാരികമായ ബന്ധം താങ്കളുടെ ഗ്രാൻഡ് ഫാദറുമായിട്ട് ഉണ്ടായിരുന്നത് ഈ സമയം മൊത്തം ഈ ഒരു മണിക്കൂർ ഞാൻ അദ്ദേഹത്തോടൊപ്പമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയ വൈകാരികമായ ബന്ധമായിരുന്നു അദ്ദേഹത്തോട് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഈ സമയത്ത് എനിക്ക് പുതുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒരു വലിയ പ്രതിഭയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സും അദ്ദേഹത്തോടുള്ള കുറഞ്ഞ സമയം മാത്രമേ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളെങ്കിലും അദ്ദേഹവുമായിട്ടുള്ള ഒരു സഹവാസം എന്നുള്ളത് ഒരു വല്ലാത്തൊരു ഒരു അനുഭൂതി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ കാരണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പിതാമഹന്റെ മകളായി അനിശ്ചിത വരുമ്പോ ആ ഒരു ലെഗസി അതൊന്ന് ആ പാരമ്പര്യം നിലനിർത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായിരുന്നാലും അതുപോലെ താങ്കളുടെ ഈ ഒരു ഞാൻ ആലോചിച്ചു പോവാണ്, ഒരുപാട് കാഴ്ച ശക്തിയുള്ള ആളുകൾ ഈ ലോകത്ത് അവരുടെ കുറവുകളെ കുറിച്ചും ന്യൂനതകളെ കുറിച്ചും പരിതപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് ഒരു അന്ധതയോടുകൂടി ജനനം പോലും അന്ധതയിലൂടെ കടന്നു വന്ന അനിശ്ചിത അതിനെയൊക്കെ മറികടന്ന് ഒരു വലിയ നേട്ടം ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്. എന്തായിരുന്നാലും ഞങ്ങൾക്ക് ഈ പ്രഭാതം വളരെയധികം മനോഹരമാണ്. ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം തുടർന്നുള്ള യാത്ര അതിവേഗത്തിലും വളരെ വലിയ അച്ചീവ്മെന്റിലേക്ക് അത് ഉദിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായിരുന്നാലും താങ്കൾ ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം വന്ന് താങ്കളുടെ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിലും ഒക്കെ ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട്. അതിന് അങ്ങേയറ്റത്തെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ NSS ഹബിന്റെ ബഹുമാന്യനായ നമ്മുടെ ഈ ചെയർ കൈകാര്യം ചെയ്ത മുൻ NSS ഹബിന്റെ ചെയർമാൻ മഖൂൽ മാഷ്, അതുപോലെ നമ്മുടെ ഈ ഗ്രാൻഡ് മാസ്റ്റർ CK റാഷിദ് സാർ, അദ്ദേഹമാണ് നമുക്കിങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ഒരുമിക്കാനും മാനസികമായി സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്തുകൊണ്ട് ഓരോ ദിവസവും കൈപിടിച്ച് നമ്മളെ ഈ കമ്മ്യൂണിറ്റിയെ അദ്ദേഹം കൊണ്ടുപോവുകയാണ്. എന്തൊരു ആനന്ദകരമായ സന്തോഷകരമായ ജീവിതമാണ് ഓരോ ദിവസവും ഈ കമ്മ്യൂണിറ്റിയുള്ളവർക്ക് കിട്ടുന്നതെന്ന് തീർച്ചയായിട്ടും ഇതിലേക്ക് വരുന്നവർക്ക് അറിയും. അത് പുറത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പോ പുറത്തുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇതിലേക്ക് കടന്നു വരൂ, ശാന്തിയും സമാധാനവും നേടൂ എന്നാണ്. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ നമ്മുടെ സുരേന്ദ്രൻ സാറ്, അതുപോലെ ജമീല ടീച്ചർ, താങ്കളെ പരിചയപ്പെടുത്തിയ ജമീല ടീച്ചർ, മറ്റ് NSS ഹബിന്റെ എല്ലാ ടീം അംഗങ്ങളെയും ഈ സന്ദർഭത്തിൽ അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മോടൊപ്പം വളരെ നാളുകളായി ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും എല്ലാവരും ഈ ഒരു കമ്മ്യൂണിറ്റിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് ഇനിയും പ്രതിഭകൾ ഒരുപാട് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാനുണ്ട്. അവരെയൊക്കെ നമുക്ക് കൂടെ കൂട്ടി നമുക്ക് മുന്നോട്ട് പോകണം. വലിയ വലിയ സ്വപ്നങ്ങൾ റാഷിദ് സാർ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ആ സ്വപ്നങ്ങളിലേക്കുള്ള യാഥാർത്ഥ്യമാകാനുള്ള യാത്രയിൽ എല്ലാവരും പങ്കുചേരുക. ഒരു വലിയ എന്താ പറയാ, ലോകം തന്നെ അറിയപ്പെടുന്ന രീതിയിലേക്ക് NSS ഹബിന്റെ പ്രവർത്തനങ്ങൾ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായിരുന്നാലും എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ മോർണിംഗ് സെക്ഷൻ ഇവിടെ അവസാനിപ്പിച്ചതായി ക്ലോസിംഗ് റിമാർക്സ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി. More power to you. More power to you. More power to you. Thank you. More power to you. Thank you, Anshita. സാർ പുതുതായിട്ട് വന്ന ആളുകൾ കണ്ടിന്യൂസ് ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു More power to you. More power to you. More power to you. More power More power to you. to you. More power to you. More power to you. More power to you.